ശരത്ത് എന്നുള്ള ഒരു സംഗീത സംവിധാനം വലിയ ഗ്രേറ്റ് ആണോ ഇല്ലയോ എന്നുള്ളതല്ല. അവര് ഈ ശരത്തിൻ്റെ പാട്ടാണ് എന്ന് കേൾക്കുമ്പോൾ എങ്കിലും തോന്നുന്ന രീതിയിലുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി മെനക്കെട്ട പണിയാണ്. എനിക്ക് അതാണ് ഇഷ്ടവും. ഹിസൈൻ എസ് അബ്ദുള്ള കേൾക്കുമ്പോൾ നമ്മുടെ ലാലണ്ണാച്ചി പറയുന്നുണ്ട് ഇതിൽ ദാസേട്ടനും MG ശ്രീകുമാറും സുജിത്തും ഒക്കെ. സുജിത്താണ് ഞാൻ. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എല്ലാ പാട്ടുകളും എനിക്കായിരിക്കും മലയാള സിനിമയിൽ. ആരും വിളിച്ചിട്ടുണ്ട്. ശിവമണി പ്രോഗ്രാം ചെയ്യാൻ വരുന്നത് മാലയം മാറോട് എന്ന പാട്ട്. അതിൽ പലതും അദ്ദേഹം ലൈവ് വായിച്ചതാണ്. അമ്മ തിരുവയറുൾ ഇത് ഈ തുടങ്ങുന്ന സ്ഥലം കുറച്ച് ക്രിട്ടിക്കലാണ്. ഞാൻ പാടുമ്പോഴേക്കും ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്യും. പിന്നെ മാഷില്ലെങ്കിലും അവിടെ പോകാൻ തുടങ്ങി. വലിയ പാടാണ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ ഒരു 112 തവണ ഡൈവേഴ്സ് നടന്നേനെ. അങ്ങനെ ഒരു വട്ടം പറഞ്ഞായതുകൊണ്ട് അത് സൂപ്പർ ഹിറ്റായാലും അവൾ സമ്മതിച്ചു തരത്തില്ല. അത് കൊള്ളത്തില്ല. അത് എങ്ങനെ ഹിറ്റായി. അയ്യോ കൊച്ചു ഇതിനേക്കാളും അപകടകാരി. തിയേറ്ററിൽ വരുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്ത് പറയുന്നത്, ഇത്രയ്ക്ക് പന്ന ഒരു പാട്ടുണ്ടാക്കിയതാണ് എൻ്റെ തന്തേന്ന് എങ്ങനെ പറയുമെന്നുള്ളതാണ് കൊച്ചിൻ്റെ. ഞാനവിടെ മറ്റേ സ്ലീവ്ലെസ് ബെൻഡനും ഷോർട്ട്സും ഇട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അത് 10 ദിവസത്തിൽ ഒരു തവണ ഊരത്തുള്ളൂ. അപ്പോൾ ആലോചിച്ച് ചിത്ര ചേച്ചിയൊക്കെ ശരത്തെ ഇങ്ങനെയാണോ 10 വർക്ക് ചെയ്യുന്നത് സ്റ്റുഡിയോയിൽ. ആകാശദീപമെന്നുമുണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ മൗനരാഗമണിയും താരിളം തെന്നലേ പൊൻപരാഗമിളകും വാരിളം പൂക്കളെ നാമുണരുമ്പോൾ രാവലിയുമ്പോൾ ആകാശദീപമെന്നുമുണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. സർ നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇതിലോട്ട് വെൽക്കം ചെയ്യാനായിട്ട്. സാറിൻ്റെ സംഗീതത്തെ കുറിച്ചിട്ട് ഒരാൾക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതെന്താ? അത്രയും നമ്മളെല്ലാം ആരാധിക്കുന്ന ആ ഒരു നിലയിൽ. അപ്പം നമുക്കിപ്പോൾ ചെറുപ്പം തൊട്ടുള്ള ഒരു കുട്ടിയാണെങ്കിലും ഇപ്പോൾ അന്ന് കിട്ടിയ ആ ഒരു സ്വീകാര്യതയെക്കാളും ഇപ്പോഴാണ് അത് കൂടുതൽ പോപ്പുലർ ആവുന്നത്. ഇപ്പോൾ ശ്രീരാഗമൊക്കെ നമ്മളിപ്പോഴാണ് ട്രെൻഡ് എന്ന് പറയാവുന്നൊരു ഇതിലോട്ട് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചൊക്കെ സാറിന് എങ്ങനെ അതിനെ പറയാൻ പറ്റും? ഇല്ല, ശ്രീരാഗമൊക്കെ ഞാൻ ചെയ്തിട്ട് 36 വർഷം കണ്ടായി. അതെ അതെ. ഒരു സന്തോഷം അതിപ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളതിൽ കുറേ സന്തോഷം. എല്ലാവരും എടുത്ത് കവറും പാടി കേട്ടിട്ടുണ്ട്. അപ്പം അത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ സൗഭാഗ്യം. ജനഹൃദയങ്ങളിൽ ആ പാട്ട് എപ്പോഴും നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെ. നമ്മുടെയൊക്കെ ആഗ്രഹം അതാണല്ലോ, എങ്ങനെയെങ്കിലും ജനങ്ങളിൽ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യമാണ് എല്ലാ കലാകാരന്മാരുടെയും ആഗ്രഹം. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് വീട്ടിൽ ഇരുന്ന് പാട്ടുണ്ടാക്കി ചെയ്ത് അവരെയൊക്കെ കേൾപ്പിച്ചുകൊണ്ടിരുന്നാൽ പോയി. അത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അതിനൊരു എന്താ പറയുക ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ചിലതവർ രസികത്തിൻ്റെ അടുത്ത് വലിച്ചെറിയും. സിറ്റുവേഷൻസ് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഒരു ജെൻസി കുട്ടികളാണെങ്കിൽ പോലും അവരുടെ ഒരു റീൽ എടുത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് വേറെ എവിടെയും പോകുന്നില്ല. തന്നെയാണ്. ഇന്നലെ തന്നെ ഞാൻ എൻ്റെ സുജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സംഗീത കൂട്ടായ്മയുണ്ട്, അതിൻ്റെ അഡ്മിനാണ് സുജിത്ത്. ഷാർജയിലെ പോലീസാണ്. ഇപ്പോൾ സുജിത്ത് തന്നെ ഞാൻ ഇന്നലെ കോട്ടയത്തായിരുന്നു. എന്നെ ഇങ്ങനെ ഒരു 10-15 റീൽസ് പുതിയത് ഇങ്ങനെ അതെല്ലാം എൻ്റെ പാട്ടുകളായിരുന്നു. അപ്പോൾ അത് കുറേ സന്തോഷം. അത് ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെ ഒരു സംഗീത സംവിധായകൻ്റെ ഭാഗ്യം. തീർച്ചയായിട്ടും ഭാഗ്യം ഞങ്ങൾക്കാണ്. ഇപ്പോഴും അപ്പോഴും ഇഷ്ടപ്പെടുന്ന പാട്ടുകളിൽ ആ ഒരു പിടി പാട്ടുകൾ സാറിൻ്റെയാണ്. ഇപ്പോഴത്തെ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ. ഇപ്പോൾ ഒരു കർണാട്ടിക് സംഗീതത്തിൽ സാറ് പരീക്ഷിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ ഒരു രാഗത്തുനിന്ന് മറ്റൊരു രാഗത്തിലോട്ട് കിടന്ന് അങ്ങനെ കയറി പോകുന്ന അതൊക്കെ പരീക്ഷണങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത്
നടത്തിയിട്ടുള്ളത്. അല്ല, ഒരു രാഗത്തിൽ നിന്ന് മറ്റേ രാഗത്തിലേക്ക് പോകുന്ന പരീക്ഷണമല്ല, അത് കണ്ടമാനം ആളുകൾ ചെയ്തിട്ടുണ്ട്. രാഗമാലിക എന്ന് പറഞ്ഞിട്ടാ അത് ഞാനത് ഈ ഗ്രഹഭേദം എന്നൊക്കെ ഉള്ള സങ്കേതം, അതിപ്പോൾ ഒരു കർണാട്ടിക് മ്യൂസിക്കിലുള്ള ഈ ടോണൽ നോട്ട് മാറ്റിക്കൊണ്ടുള്ള ചില കളികളൊക്കെ കളിച്ചിട്ടുണ്ട്. അത് കുറച്ച് റിസ്കി സംഭവമാണ്. അപ്പോൾ അത് അല്ല, എന്തെങ്കിലും പുതിയത് ചെയ്യണം. പിന്നെ നമ്മളില്ലാത്ത ഒരവസ്ഥയിലും ജനങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രയത്നമാണത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കിട്ടുന്ന ചില്ലറയും വാങ്ങിച്ച് പോക്കറ്റിലിട്ട് പോകണമെന്ന് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ ചില്ലറ ഒന്നും ആരും തന്നിട്ടുമില്ല. ഉള്ള കാര്യം അതാണ്. അപ്പോൾ അത് നമ്മളൊരു പഠിപ്പ് സുധാമന്ത്രം, ഭാവയാമി, ഇതൊക്കെ അതിന് ഒരു എക്സാമ്പിൾസാണ്. നമ്മൾ ഇതുവരെ ആരും സഞ്ചരിക്കാത്ത മേഖലകളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതേ കാര്യം. നമ്മുടെ ലെജൻസ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിലർ പറയത്തില്ല രാമായണത്തിലും മഹാഭാരതത്തിലും ഇല്ലാത്ത കഥയില്ലെന്ന് ഇവിടെ. അതുപോലെ എല്ലാം ഉണ്ടായിക്കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് ഡിഫർ ആവാൻ നമ്മൾ ശരത്ത് എന്നുള്ളൊരു സംഗീത സംവിധാനം വലിയ ഗ്രേറ്റ് ആണോ ഇല്ലയോ എന്നുള്ളതല്ല. അവർ ഈ ശരത്തിൻ്റെ പാട്ടാണ് എന്ന് കേൾക്കുമ്പോൾ എങ്കിലും തോന്നുന്ന രീതിയിലുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി മെനക്കെട്ട പണിയാണ്. എനിക്ക് അതാണ് ഇഷ്ടം. എനിക്ക് നമ്മൾ ഈ കോപ്പി അടിയോടൊന്നും എനിക്ക് ഒരു താല്പര്യവുമില്ല. പരീക്ഷയ്ക്കേ കോപ്പി അടിച്ചിട്ടില്ല ഞാൻ, പിന്നല്ലേ പാട്ടിൽ. അതൊരു ഐഡൻറ്റിറ്റി നിലനിർത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. തീർച്ചയായും. ഇപ്പോൾ പഴയ കാല സംഗീത സംവിധാനം സംഗീതം ചിട്ടപ്പെടുത്തുന്നതിൻ്റെ ആ ഒരു രീതിയും ഇന്നത്തെ ചിട്ടപ്പെടുത്തുന്നതിൻ്റെ രീതിയും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവാം. സാർ അതിനെ ഒക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇല്ല, പഴയതെന്ന് പറയുമ്പോൾ പണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു ലിറിക്ക് എഴുതി സിറ്റുവേഷൻ ആയതിനു ശേഷം അത് പറഞ്ഞു കൊടുത്ത് കവിയുടെ അടുത്ത് പറഞ്ഞ് അദ്ദേഹം ഒരു ലിറിക്ക് എഴുതി കൊടുത്ത് അത് വായിച്ച് ആ സിറ്റുവേഷനും പിന്നെ ഈ വരികളും ഉള്ളിൽ ആ സംഗീത സംവിധാനം എത്രത്തോളം ഇൻസ്പയർ ചെയ്യുന്നു. അതിമനോഹരമായിട്ടുള്ള ട്യൂൺസ്. അതെല്ലാം നമ്മുടെ എത്ര പേര്, ദേവരാജൻ മാഷ്, ദക്ഷിണാമൂർത്തി എല്ലാം ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അന്ന് അങ്ങനെ ആയിരുന്നു. അതുമാത്രമല്ല, കമ്പോസിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു 10 പേര് അവരുടെയൊക്കെ അഭിപ്രായത്തിനൊരു വാല്യൂ കൊടുത്ത്, അസിസ്റ്റൻസ് ആണെങ്കിലും ഇപ്പോൾ ഡയറക്ടറാണെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ടീം വർക്കായിരുന്നു. ഒരു പാട്ടുണ്ടാക്കുമ്പോൾ ഈ പാട്ടുണ്ടാക്കുന്ന സംഗീത സംവിധാനം തന്നെയാണ്. അതിൽ അഭിപ്രായം പറയാവുന്നേ ഉള്ളൂ. അല്ല എല്ലാവരും കൂടെ ഏതാണ്ട് മൂളി ഉണ്ടാക്കലല്ല. അതുപോലെ ഇപ്പോൾ ദേവരാജ മാഷ് പറഞ്ഞാൽ ദേവരാജ മാഷാണ് അതിൻ്റെ സോൾ അതോറിറ്റി. അപ്പോൾ അത് അദ്ദേഹം ഇരുന്ന് കമ്പോസ് ചെയ്ത് അത് കേട്ട് ഡയറക്ടർ ഓക്കെ ആക്കി പിന്നാണ് ഈ റെക്കോർഡിംഗ് എന്നുള്ള പ്രോസസ്സ്. പണ്ട് എല്ലാം നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ഒറ്റയടിയും രാശിയെന്ന്. ഒറ്റ ടേക്കേ ഉള്ളൂ. ചിലതൊന്നും പണ്ടൊന്നും ഈ ഉടനെ തിരിച്ച് കേൾക്കാൻ പോലും പറ്റത്തില്ല. ഇത് ലാബിൽ പോയി അത് പ്രോസസ്സ് ചെയ്ത് വന്നാലേ ഇത് റെക്കോർഡായിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലുള്ളപ്പോൾ ഒരു ടേക്ക് കേട്ടിട്ട് ഇത് ഓക്കെ എന്ന് പറയുന്നതിനൊരു ചങ്കുറ്റം വേണം. ഇപ്പം നമുക്ക് ഇത്രയും ഫെസിലിറ്റി ഉണ്ടായിട്ട് പോലും നമുക്ക് ഒന്നും കൂടെ എന്ന് പറഞ്ഞ് ഇപ്പോഴും മനസ്സിൽ മാനസിക വിഭ്രാന്തിയാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ ഒറ്റ ടേക്കിൽ നമ്മളീ കേൾക്കുന്ന ഈ മുത്ത് പോലുള്ള പാട്ടുകളൊക്കെ ഈ ലെജൻസ് ഓക്കെ പറഞ്ഞതാണ്. അപ്പോൾ അവരുടെ ഒരു ജഡ്ജ്മെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അതായിരുന്നു പണ്ടത്തെ ഒരു എന്താ പറയണ്ടത്, ഈ എല്ലാവരും ഇരുന്ന് ആ ലിറിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ട്യൂൺ അനുസരിച്ച് പിന്നെ ലിറിക്ക് മാറ്റി പിന്നെ ആ ഈ ചില വാക്കുകൾ ചേരാതെ നിൽക്കുന്നതൊക്കെ അപ്പോൾ കയ്യോടെ മാറ്റി അതിനേക്കാളും ബെറ്റർ ഇതാണ് എന്ന് ആ കവിക്ക് തോന്നി അങ്ങനെ ഒരു വർക്ക് ചെയ്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഫൈനൽ റെക്കോർഡിങ്ങിന് വരുന്നത്. അതൊരു ആ ഒരു കൂട്ടായ്മയ്ക്കുള്ള ഒരു സ്ട്രെങ്ത്ത് അത് നമുക്ക് പറയാതിരിക്കാം. ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 2 പടം ചെയ്ത് 2 പടത്തിൽ ഡയറക്ടറിനെ ഞാൻ കണ്ടിട്ടില്ല. ഡയറക്ടറെ അദ്ദേഹത്തിന് DP നോക്കി ഞാൻ, ഇത് ഒരു മുഖം അറിയാൻ വേണ്ടിയേ. അപ്പം അങ്ങനെ അവസ്ഥയാണ്. ആരും പരസ്പരം കാണുന്നില്ല. എന്താണ് നമുക്ക് ലിറിക്ക് കിട്ടും. നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ ആണെങ്കിൽ ഞാൻ ആരെഴുതിയാൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു സൗണ്ടുണ്ട് ലിറിക്സിൻ്റെ കാര്യത്തിൽ. അല്ല ചുമ്മാ എന്തെങ്കിലും വലിച്ചു കാര്യം എഴുതിയാൽ എനിക്കതങ്ങോട്ട് തൃപ്തി ആവത്തില്ല. അതിൻ്റെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച് ഞാനൊരു ഡമ്മിയൊക്കെ എഴുതുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു വൈബ് കിട്ടണമെങ്കിൽ ആ കറക്റ്റായിട്ടുള്ള ലിറിക്ക് വന്ന് വീണില്ലേ കിട്ടത്തില്ല. അപ്പോൾ അതിന് നമ്മൾ ഗുസ്തി പിടിക്കാറുണ്ട് പലപ്പോഴും. ഞാനത് ചോദിക്കാതിരിക്കുകയായിരുന്നു. ഇപ്പൊ ആ ഒരു ടൈമിലാണെങ്കിലും മഹാരഥന്മാരുടെ കൂടെ സാറിന് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ലിറിക്ക് എഴുതുന്ന ഒരാളുമായിട്ട് ഇത് പറ്റില്ല എന്ന് പറയാൻ
തോന്നുന്നുണ്ട് എന്നാ പറയാൻ പറ്റാത്ത സിറ്റുവേഷനുമായിട്ട് ഇതവിടെ ഒട്ടും പറ്റുന്നില്ല, ഇതെങ്ങനെ പറയാ, അങ്ങനത്തെ സിറ്റുവേഷൻസ് സാറിന് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അണ്ണാച്ചി ഇത് കൊള്ളത്തില്ല, നമുക്ക് ഇത് വേറൊരു സിറ്റുവേഷൻ നല്ല ഇത്. പക്ഷേ എൻ്റെ ആ ട്യൂണുമായിട്ട് ഒരു ഗുമ്പായിരുന്നില്ല. അതിനുശേഷം ഞങ്ങളൊന്ന് റെഡിയാക്കിയതിന് ശേഷം ഡയറക്ടറിനെ കേൾപ്പിക്കത്തുള്ളൂ. അല്ല നേരിട്ട് കൊണ്ടുപോയി ഡയറക്ടറിനെ ലിറിക്ക് കാണിച്ച് അങ്ങനെ ഒരു അവസ്ഥയില്ലായിരുന്നു. പിന്നെ ഇപ്പം ഞാനൊക്കെ വരുന്ന സമയത്തൊട്ട് അങ്ങനെ ആയിരുന്നു. ഇപ്പം എനിക്ക് എഴുതാൻ വന്നിട്ടുള്ളതൊക്കെ അതികായന്മാരായിരുന്നു. നമ്മുടെ ONV സാറ്, കൈതപ്ര അണ്ണാച്ചി, ഗിരീഷ് അണ്ണാച്ചി, എല്ലാം റഫീഖ് അഹമ്മദ് കുറേ കഴിഞ്ഞിട്ട് വന്നത്. ഇതിൽ ഈ തുടക്കം തന്നെ ONV സാറും കൈതപ്ര അണ്ണാച്ചിയൊക്കെ ആകുമ്പോൾ അത് അവരുടെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. അവരിപ്പം കൈതപ്ര അണ്ണാച്ചിക്ക് ഒരു മ്യൂസിക് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും കൈതപ്ര അണ്ണാച്ചി അടുത്ത അണ്ണാച്ചി ഇത് കൊള്ളത്തില്ല, ഇത് മാറ്റുന്ന പറയേണ്ടി വന്നിട്ടില്ല ഇതുവരെ. അത് വളരെ കൃത്യമായിരിക്കും. ഇപ്പം പ്രണതോസ്മി ഗുരുവായൂരേശം എന്നെഴുതാൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ആ ട്യൂണിന് ഇതിൻ്റെ അപ്പുറത്തൊരു ലിറിക്ക് ഇല്ല. അത് നമ്മൾ ആ ഒരു ഒറ്റ ലൈൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഗുരുവായൂരപ്പനെ കണ്ട് ഒരു പ്രതീതി കിട്ടും. അത് എൻ്റെ കഴിവ് കൈതപ്ര അണ്ണാച്ചിയുടേതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഞാനൊരു സീരീസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രോഗ്രാംസാണ്. അതുവരെ എന്താ പറയണ്ടേ, പ്രണതോസ്മി എന്നാണ് അതിന് ടൈറ്റിൽ ചെയ്തേക്കുന്ന പേര് എന്ന് പറഞ്ഞു. ഓ അണ്ണാച്ചി നല്ല സൂപ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവനൊരു സന്തോഷം. ഇപ്പോൾ കാര്യം ONV സാർ ഇപ്പോൾ ശ്രീരാഗമോ എന്നുള്ള പാട്ട് അതിൽ തന്നെ സംഗീതമുണ്ട്. അതുപോലെ ONV സാറിന് വേണ്ടി കുറേ പാട്ടുകൾ ആൽബം ചെയ്യുമ്പോൾ അദ്ദേഹം എഴുതിയിട്ട്, ഇപ്പോൾ ആൽബം മാത്രമല്ല, നമ്മുടെ ഇവൻ മേഘരൂപനിൽ അനുരാഗിണി അതൊക്കെ എഴുതിയിട്ട് ട്യൂൺ ചെയ്തതാണ്. എനിക്കിത് രണ്ടും ഇഷ്ടമാണ്. അപ്പോൾ എത്രയോ പാട്ടുകൾ ONV സാറിൻ്റെ എഴുതി ഞാൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിന് കുറേ ഇഷ്ടമാണ്. ഞാൻ പെട്ടെന്ന് ചെയ്യും. അത് അഹങ്കാരം പറയല്ല കേട്ടോ, അത് എൻ്റെ ഒരു രീതി. അതെനിക്കൊരു സംഭവം കിട്ടിയുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ മെനക്കെടാറില്ല ഞാൻ. പെട്ടെന്ന് ONV സാർ പറഞ്ഞ് ശരത്ത് ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എന്നെ അറിയിക്കൂ, ഞാൻ അടുത്ത റൂമിലുണ്ട്. അപ്പോൾ സാർ അവിടെ ഒരാഴ്ച റൂം ബുക്ക് ചെയ്തൊക്കെ ഞങ്ങൾക്കും എനിക്ക് എൻ്റെ ബ്രദറിനും. അപ്പോൾ നമ്മൾ 10 പാട്ടുകൾ ഉടനെ ചെയ്ത് ഒരു 2-3 മണിക്കൂറിൽ സാറിന് തിരിച്ചു പോയപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടോ ശരത്തെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല സാർ, ഞാൻ പാടി കേൾപ്പിക്കാൻ പാട്ട് കമ്പോസ് ചെയ്തു, ഞാൻ ചെയ്തത്. അങ്ങനെ പാടിപ്പോയി ONV സാറിന് അതങ്ങ് വല്ലാണ്ട് ഇഷ്ടമായിട്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, സാറേ ഈ സാറിൻ്റെ വരികൾക്കുള്ളിൽ തന്നെ ഉണ്ട് സംഗീതം, അതെനിക്ക് ഇങ്ങോട്ട് എടുത്താൽ മതി, അല്ലാതെ ഞാൻ കമ്പോസ് ചെയ്ത് ഒന്നല്ല ഇത്. സാറ് ചിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ONV സാറിനൊക്കെ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള കുറേ ഭാഗ്യം സിദ്ധിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. തീർച്ചയായും സാർ. കാരണം ആ ഒരു കോമ്പോലൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുമ്പോൾ, സാർ പറഞ്ഞ പ്രണതോസ്മിയൊക്കെ കേൾക്കുമ്പോൾ ആ രൂപം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നു. അത് ആ ലിറിക്കിന്റെ മാത്രമല്ല, അത് ആ ട്യൂണിന്റെയും എല്ലാം കൂടി. അല്ല, ആ ലിറിക്കിന്റെ തന്നെയാണ്, അത് അടിച്ച് പറയാം, അതൊരു ചമ്മണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സാർ, നമുക്കിപ്പോൾ ഇത്തരം ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്ത് ഈ ഒരു കാലഘട്ടത്തിൽ അത്തരം രചയിതാക്കളും അത്തരം എഴുത്തുകാരൊക്കെ ശരിക്കും പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റ് അല്ല. ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും നല്ല. നമ്മുടെ റഫീഖ് അണ്ണാച്ചി എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടത് ഒരു മനുഷ്യനാണ്. നമ്മുടെ നമ്പൂരിച്ചക്കൻ്റെ പേര് മറന്നുവല്ലോ, എന്താണ്, ഹരിനാരായണൻ, മനു മഞ്ജിത്ത്, എല്ലാവരും മനോഹരമായിട്ട് എഴുതുന്ന ആളുകൾ തന്നെയാണ്. അപ്പം അതിലൊക്കെ സന്തോഷം. ഇവരൊക്കെ എനിക്ക് നമ്മൾ അമ്മയെ പറ്റിയൊരു പാട്ട്, മാതാ അമൃതാനന്ദമയി അമ്മയെക്കുറിച്ച് എഴുതി ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്, അതിമനോഹരമായിട്ട്. അതുപോലെ റഫീഖ് അഹമ്മദ്, തിരക്കഥ എന്ന ഫിലിമിലാണ് ഞാൻ റഫീഖ് അഹമ്മദും കൂടെ ആദ്യമായിട്ട് കാണുന്നത്. കുറേ പാലപ്പൂവിതളിൽ, അതൊക്കെ അണ്ണാച്ചിയുടേതാണ്. അപ്പോൾ അതിൽ അരികിൽ നീ ഇല്ല എന്ന സത്യത്തിൽ എന്നൊരു കവിതയുണ്ട്. ആ കവിത, അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് എത്ര ട്യൂൺ കൊടുത്തിട്ടും എനിക്ക് തൃപ്തിയാവാതെ 18ാമത്തെ ട്യൂണാണ് നമ്മുടെ രഞ്ജിത്ത് അണ്ണാച്ചി എടുത്തേക്കുന്ന ട്യൂൺ. കാര്യം ഇത് അവസാനം എൻ്റെ അടുത്ത് രഞ്ജിത്ത് സാറ് തന്നെ പറഞ്ഞു, എടാ നിനക്ക് വേറെ വരി വേണം മേടിച്ചു തരാം. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഈ വരി തന്നെ കമ്പോസ് ചെയ്യണം. എന്നിട്ട് വാശി പിടിച്ചിരുന്ന കാര്യം ആ വരി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക് തരാൻ പറ്റിയ വരികളാണ് നമ്മൾ എടുക്കുന്നത് സ്വാഭാവികമായിട്ട്. അപ്പോൾ അത് അത്രത്തോളം എന്നിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ അത് ഞാൻ പിന്നെ കളയൂ. അപ്പോൾ അതിന് 18ാമത്തെ ട്യൂണാണത്. സാർ യാത്രകൾ ചെയ്യുമ്പോൾ, ടേക്ക് ഓഫിന്റെ കാര്യം ഞാൻ അപ്പോൾ യാത്രകൾ ചെയ്യുമ്പോൾ ഇൻസ്പയർ ആയിട്ട് ചെയ്ത ഒരു ട്യൂണാണ് അത്. അതല്ലാതെ
അത്തരം അതല്ലാതെ മഴയെ എന്നുള്ള പാട്ട് ഞാൻ ഈ ഡയറക്ടർ നമ്മുടെ രേവതി എസ് വർമ്മ ഈ സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇറങ്ങി എൻ്റെ കൊച്ചു മാരുതിക്കാരിൽ ഇറങ്ങിയ സമയത്ത് ഒരു തുള്ളി മഴ വീണു. ഈ മഴ വീണത് എനിക്ക് അതെന്തോ അങ്ങനെ തോന്നി. ആ ശബ്ദത്തിലൊന്നും ആ പാട്ട് തുടങ്ങുന്നത് അവിടെ മഴയെ ഞാൻ ഉടനെ തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് അടുത്ത ദിവസം ട്യൂൺ അയച്ചു കൊടുത്തു. അപ്പം ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫിൻ്റെ കാര്യം പറഞ്ഞ് അതെനിക്ക് ഒന്നാമത് ഫ്ലൈറ്റ് പേടിയുള്ള ഒരാളാണ് ഞാൻ. വേറെ ഒരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് കയറി ഇരിക്കുക. മറ്റേത് 14 മണിക്കൂർ 15 മണിക്കൂറൊക്കെ ട്രെയിനിലിരുന്നിട്ട് നമ്മൾ ക്ഷീണിക്കുകയും ചെയ്യും. അങ്ങനെ ഇത് ഞാൻ ഈ സിറ്റുവേഷൻ പറഞ്ഞതിന് ശേഷം ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് അങ്ങനെ തോന്നിയത്. ഇത് നമ്മുടെ ഒരു ട്യൂണാക്കാമെന്ന് മനസ്സിൽ അപ്പം തന്നെ എനിക്ക് അതിൻ്റെ ഒരു ഫുൾ സംഭവം കിട്ടിയായിരുന്നു. അതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്തു. പക്ഷെ അത് എന്താ പറയാ, കേൾക്കുന്നവരും അതെ അത് ജനങ്ങൾക്കെല്ലാം ഇഷ്ടമായി. അതൊരു വലിയ ഉയർന്നു പറക്കുന്ന രീതിയിൽ പാടാൻ ഈ അർദ്ധരാത്രി ഇല്ല. അത് നിങ്ങൾ പാട്ടെല്ലാം കൂടെ അവസാനം എടുത്തു പിന്നെ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതൊന്ന് ഓർമ്മ വെച്ചിരുന്നാൽ. പിന്നെ നമുക്കിപ്പോ MG സാറും ഒക്കെ ജഡ്ജായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യകാലങ്ങളിൽ ചാനലുകളിൽ ഇരുന്ന് സാറെല്ലാം ജഡ്ജ് ചെയ്യുന്ന കുട്ടികൾ, അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ശരത്തെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും വിളിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് അന്ന് തെറ്റ് തിരുത്തി കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഇവരൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്, പക്ഷെ ആ കുട്ടികൾക്ക് അതിന്റെ ഫലം കിട്ടിയിട്ടുണ്ട് അല്ലെ. അവര് വിളിക്കുമ്പോ ആങ്കിൽ ഇങ്ങനെയാണ്, ഇപ്പൊ ഞാൻ ഇങ്ങനെ പാടുന്നുണ്ട്, ഇതൊക്കെ പറയുമ്പോ സാറിന് കിട്ടുന്ന ഒരു സന്തോഷം. അയ്യോ അതല്ലേ സന്തോഷം. ഇപ്പോഴും എന്നെ എല്ലാ കുട്ടികളും അത് ഡെയിലി ഇവളുമാരുടെയൊക്കെ ഒരു ശരത്തെങ്കിലേ ഗുഡ് മോർണിംഗ് കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു ഉഷാറില്ല. കാര്യം അത് ഈ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഈ TV കാണുന്നത് ഇവരെ നമ്മൾ മക്കളെ ഇങ്ങനെ പാട് അങ്ങനെ പാടുന്നത് ഇവരായിട്ട് കുത്തി പറയുന്നതാണ്. പക്ഷേ ഈ പിള്ളേർ ഈ ക്യാമറ ഇല്ലാത്തപ്പോൾ നമ്മുടെ തോളിലാണ് ഇവർ. എൻ്റെ ബട്ടനൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് പോകുന്ന വഴിക്ക് പിടിച്ച് വലിച്ചിട്ട് അങ്കളെ. അപ്പോൾ അത് അത്ര സ്നേഹമാണ് ഈ പിള്ളേരുടെ അടുത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഔട്ടാകുമ്പോഴൊക്കെ നമുക്ക് മാനസികമായിട്ട് വല്ലാണ്ട് വിഷമമായി പോകുന്നത്. അപ്പോൾ ഇവരെല്ലാം വിളിക്കും, സംസാരിക്കും, കാര്യങ്ങൾ പറയും. ഇന്നലെ ഏതോ ഒരു കുട്ടി ഇപ്പോൾ ഈ റിയാലിറ്റി ഷോ ഇപ്പോൾ തീർത്ഥ എന്ന് പറഞ്ഞൊരു മോള്, അങ്കിളെ ഒരു 4 ദിവസം എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയില്ല, എൻ്റെ തൊണ്ടയിലൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പോയിരുന്നതാണ്. അതുകൊണ്ട് ഞാൻ അവൾക്ക് തിരിച്ച് മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതൊക്കെയാണ് സന്തോഷം, ഈ മക്കളുമാരുടെ സ്നേഹവും. പിന്നെ നമ്മളിപ്പോൾ ഞാൻ സ്റ്റാർ സിംഗർ ഫസ്റ്റ് ടൈം വരുമ്പോൾ എനിക്കറിഞ്ഞൂടാ ഈ എങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഇപ്പോൾ എൻ്റെ മകള് തന്നെ ഒരു പാട്ട് പാടി എന്തുവാ ചെയ്ത് ഇങ്ങനെയാണോ പാടുന്നത് എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. പക്ഷെ ഇത് ജനങ്ങൾ ഇതെങ്ങനെ എടുക്കും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ അവർ പിന്നെ എൻ്റെ ഇപ്പോൾ ചിത്ര ചേച്ചിയുടെ മാനേജറായിരിക്കുന്ന വിനു, മാനേജറല്ല അവനാണ് ഓൾ ഇൻ ആൾ, കുട്ടിസാറാണ് മാനേജർ. അപ്പോൾ വിനു പറയും എൻ്റെ ശരത്തേട്ടാ തെറിയുടെ പൂര അഭിഷേകമാണ് ശരത്തേട്ട. അപ്പം ഞാൻ 2 മതിയായി, ബാക്കി നോക്കണ്ടെന്ന്. കാര്യം അത് വന്ന സമയത്ത് ഇവർക്കറിഞ്ഞിട്ട് ഒരാൾ ഒരു ബബിൾ ഗോ ഇട്ട് ചവച്ചോണ്ട് വന്നിരുന്നു, കൊച്ചുങ്ങളെല്ലാം പറത്തുന്നു. ഒരു ഭയങ്കര റഫായിരുന്നു. അപ്പം എനിക്ക് തന്നെ പിന്നെ അതുമല്ല എൻ്റെ മോൾ ആ സമയത്ത് അവൾ വളരെ ചെറുതാണ്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ ബാഡമ്മ അവൾ ചവച്ച് കാണിച്ചു. അപ്പോൾ ഇത്രത്തോളം വൃത്തികേടാണ് നമ്മളെന്നുള്ളത്. പിന്നെ ആ ബബിൾഗോ ഒക്കെ കളഞ്ഞു. പിന്നിപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ, ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുപോലെ ഇപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന അമൃത TVയിലെ സൂപ്പർ സ്റ്റാറിലെ പിള്ളേരും നമ്മളായിട്ട് അത്ര കണക്റ്റാണ്. അത് വെളിയിലുള്ളവർക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ അവരായിട്ട് പൊരിക്കുക അല്ല, അങ്ങനെ അല്ല അത്. അല്ല അവര് സ്റ്റേജിൽ വെച്ചിട്ട് സാറുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോഴും, കാരണം എല്ലാവരും ജഡ്ജ് ചെയ്യുന്ന രീതിയല്ല അവിടെ ചെയ്യുന്നത്. അവരത് ഭയങ്കര കണക്റ്റഡ് ആണ്. അവിടെ ഇരിക്കുന്ന ഓരോ ജഡ്ജായിട്ടും സാറുമായിട്ടാണെങ്കിലും സാറുമായിട്ടും ഭയങ്കര കണക്റ്റഡ് ആണ്. അതിപ്പോ സാറ് എന്തൊരു മൈന്യൂട്ട് സാറാണെന്ന് വെച്ചാൽ എഴുതി വെച്ചിട്ടുള്ള ഒരു വലിയൊരു പേപ്പർ ഉണ്ടാവും. ഇതെല്ലാം കഴിച്ചിട്ടാണ് എല്ലാവരും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഒരു പേപ്പർ എടുക്കും, അതൊക്കെ പറയും. പക്ഷെ അത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് സന്തോഷം. പിന്നെ തീർച്ചയായും അല്ല, പിള്ളേർക്ക് അറിയാം നമ്മൾ പറയുന്നത് അവരുടെ നല്ലതിനാണെന്നും നമ്മൾ പറയുന്നത് കറക്റ്റാണെന്നുള്ളത് അവർക്കറിയാം. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വളരെ ഒരു 100%
മനസ്സിൽ ഇത് ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രമേ, അങ്ങനെ എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അല്ല സംശയം വെച്ചിട്ട് ഞാൻ സംസാരിക്കാറില്ല സംഗീതത്തിൻ്റെ കാര്യത്തിൽ. അതെ. ഇപ്പോൾ ഒരു AI യുഗമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞത്. ഭീകര യുഗമാത്. അതെ അതെ. ഇപ്പൊ ഒരു പാട്ടിന്റെ ലിറിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന ഇത് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അതാ ഇങ്ങോട്ട് തരും. അത് എല്ലാം തരും. ഇപ്പൊ അതിന്റെ ട്രാക്സ് എല്ലാം തരും, എല്ലാ ട്രാക്സ് എല്ലാം തരും, ഇൻഡിവിജ്വൽ ട്രാക്സ് ഒക്കെ തരും. അത് നമുക്ക് റൈറ്റ്സും തരും, ഇത് നിങ്ങൾക്കാണ്. ആ ഒരു അപ്ഡേഷൻ എങ്ങനെയാണ്? അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉള്ള അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ അങ്ങനെ വരുന്നത്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ എഴുതി ഇട്ടിട്ട് അത് വെച്ച് അതെന്തോ ചെയ്തിട്ട് വരുന്നത് അതെടുത്ത് ഈ ഡയറക്ടർമാർ ഉപയോഗിക്കുന്നതാണ് എനിക്കിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊരു എന്താ പറയുക, ഈ ഓട്ടോ ജനറേറ്റഡ് എന്നൊക്കെ പറഞ്ഞ പോലെ അതിന് സോളെന്ന് പറഞ്ഞൊരു സംഭവം വേണ്ട. എന്തോ ഒരു ശബ്ദം ഉണ്ട്, അത് മതിയെങ്കിൽ മതി. പക്ഷെ നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ട് ഒരു മനുഷ്യനിരുന്ന് അത് ആ ഒരു ഇത് കൺസീവ് ചെയ്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈബ് വേറെയാണ്. അതിങ്ങനെ ഫീഡഡ് സാധനം എങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതിനോട് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയാണ്, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. സാറിന്റെ ഗുരുവിനെ കുറിച്ച്, സാറിന്റെ പഠനകാലത്തെ കുറിച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ? അല്ല, എനിക്ക് തോന്നുന്നു എനിക്കൊരു 6-6.5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഒരു അങ്കിള് ഒരു തീവ്ര ഫാനായിരുന്നു ബാലമുരളി സാറിൻ്റെ. അപ്പോൾ അത് അന്ന് ഈ ഇതൊന്നും ഇല്ലല്ലോ, ഫോണൊന്നും ഇല്ല. ഫോണുണ്ടെന്ന് അറിഞ്ഞൂടാ, പക്ഷെ വേറെ മാർഗം എല്ലാം എഴുത്താണ്. അപ്പോൾ ഈ എഴുത്തുകൾ ഇഷ്ടംപോലെ എഴുതിയാൽ ബാലമുരളി സാറ് മാമന് തിരിച്ച് റിപ്ലൈ അയക്കുകയും ചെയ്യും. കാരണം അത്ര സിൻസിയറായിട്ടുള്ള ഒരു ഫാനായിരുന്നു. മാമൻ ബാങ്കിലായിരുന്നു, ഷാജി മാമൻ. അപ്പോൾ അത് ഒരു ദിവസം അമ്മച്ചി വീട് എന്നുള്ള എൻ്റെ കൊല്ലത്ത് അമ്മച്ചി വീട്ട് അമ്പലത്തിൽ ബാലമുരളി സാറ് വരുന്നു എന്നറിഞ്ഞു. രാവിലെ ഗുരുജിയെ കാണാൻ പോകും. അപ്പോൾ എനിക്കറിയാവുന്ന എന്താണ്, മറ്റേ റെക്കോർഡിൻ്റെ പുറത്തുള്ള ആ സ്വർണ്ണക്കട്ടി പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ പാടുന്നു. അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിപ്പമൊന്നും എനിക്ക് 6.5 വയസ്സിൽ ഇപ്പോഴേ വിവരമില്ല. അപ്പോൾ പിന്നെ 6.5 വയസ്സിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? അപ്പോൾ എന്നെ കൊണ്ടിരുത്തി പാടാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കി, റെക്കോർഡിൽ കാണുന്ന ആൾ ദാണ്ടേ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വർണ്ണം പാടി കേൾപ്പിച്ചു. വർണ്ണം കേട്ടിട്ട് ബാലമുരളി സാറാണ് എൻ്റെ മാമൻ്റെ അടുത്ത് ഇവനെ എനിക്ക് പഠിപ്പിക്കണം, ഇവനെ ചെന്നൈക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കഴിവൊന്നും ഇതുവരെ നമുക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടായിട്ടില്ല. കുറച്ചായതിനു ശേഷം മനസ്സിലായത് നമുക്കൊരു 1000 ഓസ്കാർ അവാർഡ് കിട്ടിയതിന് തുല്യമാണ് ബാലമുരളി സാർ പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് ഞാൻ അവിടുന്ന് പഠിക്കാൻ വേണ്ടിയാണ് ചെന്നൈക്ക് പോകുന്നത്. പിന്നെ രാജാ സാറിൻ്റെ ഒരു അതിതീവ്ര ഫാനാണ് ഞാൻ. ഇപ്പം രാജാ സാറിൻ്റെ ഒരു പാട്ടും പാടണം എന്നുള്ള ഏതൊരു മനുഷ്യനും കാണുമല്ലോ ആഗ്രഹം. അതിൻ്റെയൊക്കെ പുറത്ത് പോയതാണ്. പിന്നെ ചെറുപ്പം പോലെ കമ്പോസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ പറയാതിരിക്കാൻ വയ്യ. വേറെ നല്ല വയലാർ സാറിൻ്റെ ഒക്കെ ലിറിക്ക് എഴുതി പല വേറെ എനിക്ക് ഇഷ്ടമുള്ള ട്യൂണിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കാലം. സാർ, അപ്പോൾ ആ പഠനകാലം ചെന്നൈയിലായിരുന്നു. അതിനുശേഷം പല ഇതിലും സംഗീത സംവിധാനത്തിൻ്റെ പല മേഖലകളിലും സാറിന് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അസിസ്റ്റൻ്റായിട്ടും മ്യൂസിക് ഡയറക്ടറായിട്ടും. അവിടുന്ന് ലിറിക്കൽ മേഖലയിൽ സാറ് കൈവച്ചിട്ടുണ്ടോ? ലിറിക്കൽ മേഖല കൈവയ്ക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. പക്ഷെ ഞാൻ ഈ അടുത്ത് നമ്മുടെ നന്ദഗോവിന്ദൻ ഭജൻസ്, അപ്പോൾ അവർക്ക് ഞാനൊരു പാട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് ഈ ബാംഗ്ലൂരിൽ വെച്ച് 2 പാട്ട് ഞാൻ ചെയ്ത് അവിടെ പാടി അവർക്കത് കൊടുത്തു ഒഫീഷ്യലി. അപ്പോൾ അതിലൊരു പാട്ട് ഞാൻ എഴുതിയാണ് തമിഴ്. ഞാൻ ചോദ്യത്തിന് നല്ലൊരു ഉത്തരം കിട്ടി. ഒരു കൃഷ്ണൻ്റെ പാട്ടാണ്. അപ്പോൾ അത് ഞാൻ തന്നെ എഴുതിയതാണ്. അപ്പോൾ 2ാമത്തെ പാട്ട് ഉണ്ടായിരുന്നു, അത് നമ്മുടെ ശശികലാ മേനോൻ എഴുതി. വളരെ മനോഹരം, ശിവൻ്റെ ഒരു ആ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. നമ്മളിരുന്ന് എഴുതുമല്ലോ, എന്തെങ്കിലുമൊക്കെ വായിച്ചോ, അതിനർത്ഥവും കുന്തമൊന്നും കാണത്തില്ല. ഞാൻ സാറ് നേരത്തെ പറഞ്ഞ് ശ്രദ്ധിച്ചു. അതെ, ഒരു മ്യൂസിക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തന്നെ വരി എഴുതും. അത് മിക്കവാറും ഇപ്പോൾ കൈതപ്പുറം അണ്ണാച്ചി അത് നല്ല രസമുണ്ട് അണ്ണാച്ചി എന്ന് പറഞ്ഞാൽ അണ്ണാച്ചി അതെടുത്ത് പാട്ടിനകത്ത് വെച്ച് തരും. ഇൻക്ലൂഡ് ചെയ്യും. അത് രാജാസാനുണ്ട്. അങ്ങനെ ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് അത് പാടുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും ചേരത്തില്ല. അതിന് സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരനാണ്, ഒരു ഇൻസ്ട്രുമെന്റ് പ്ലെയർ ആണ്,
ഒരു ഡ്രമ്മറാണ് ശിവമണി സാർ. ശിവമണി സാറിന്റെ കാര്യം പറയുമ്പോൾ സാറിന് 100 നാക്ക് വരാറുണ്ട്. അതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്കും അത്ഭുതമാണ്, എന്തിൽ നിന്നും ഒരു സംഗീതം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. ഒരു എക്സ്പീരിയൻസ് എന്താണ് സാർ ആ ഒരു? അല്ല, ശിവമണി എന്ന് പറയുമ്പോൾ അതൊരു കാര്യം, നമ്മളുമായിട്ടൊക്കെ അത്രയ്ക്കൊരു അടുപ്പമാണ് ശിവമണിക്ക്. അപ്പം അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഒരു എന്ത് പറഞ്ഞാലും പുല്ലുപോലെ വായിച്ചു തരുന്ന ഒരു വ്യക്തിയും കൂടാണ്. അപ്പം എനിക്ക് ആദ്യമായിട്ട് ശിവമണി പ്രോഗ്രാം ചെയ്യാൻ വരുന്നത് മാലയം മാറോട് എന്ന പാട്ടാണ്. അപ്പം അതിൽ പലതും അദ്ദേഹം ലൈവ് വായിച്ചതാണ്. അത് ഒരു നിവൃത്തിയില്ല. ഒരു മനുഷ്യനല്ല, ഒരു വേറെ എന്തോ ഒരു ഈ ഗ്രഹത്തിലല്ലാത്ത ഒരു ജീവി. അത് ഭയങ്കര എനർജിയാണ്. നമുക്ക് ഫീൽ ചെയ്യുന്ന ശിവമണിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭീകര എനർജിയാണ്. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് പറഞ്ഞു കൊടുത്ത് അത് ചെയ്ത് നമ്മളെ കേൾപ്പിച്ച എനിക്കിത് ഓക്കെ എന്ന് പറഞ്ഞാലും വിടത്തില്ല. പിന്നെയും അതിനകത്താണ്ടൊക്കെ ചെയ്ത് അത് ടോൺസ് ആകട്ടെ, അത് പിന്നെ നിറഞ്ഞാൽ എന്തിനാ ഇത്ര ഈ മാലയൊക്കെ എടുത്തിട്ട് പിന്നെയും കുറപ്പിച്ച് ചെയ്ത പാട്ടാണ്. കുത്തി അത് ആ ഒരു അത്രയ്ക്ക് വായിക്കാനുള്ള ഒരു വല്ലാത്തൊരു അത് ഇഷ്ടം കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറ്റി പോകുന്നത്. പിന്നെ എത്രയോ ലൈവ്, എത്രയോ പ്രോഗ്രാംസ്. അപ്പം അത് മറക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് ചില മ്യൂസിഷ്യൻസിനോട് നമുക്ക് തോന്നുന്ന ഒരു എന്താ പറയുക ഇഷ്ടമാണ്. അത് വല്ലാത്ത സ്നേഹം, പ്രേമം എന്നൊക്കെ പറയാം. പ്രേമത്തെ പറ്റി പറഞ്ഞു സാർ. ഞാൻ സാറിന്റെ ഒരു വിവാഹം കഴിഞ്ഞത് ഒരു പ്രണയത്തിലൂടെയാണെന്ന് ഉറപ്പായിട്ട് അതിനെ കുറിച്ചിട്ടും ഫാമിലിയെ കുറിച്ചിട്ടും ഒന്ന് പറയാം. അതൊന്നുമില്ല. നമ്മളവിടെ പോകുന്നത് പാട്ട് പാടാനും പിന്നെ മ്യൂസിക് ചെയ്യാനൊക്കെ എനിക്ക് അവസരം കിട്ടുമെന്നൊന്നും യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു എനിക്ക്. അപ്പം ചെന്നൈയിൽ പോയി ഇപ്പം ഈ പാട്ട് തേടി നടക്കാന്നുള്ളൊരു അങ്ങനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിലൊരാളായിരുന്നു കണ്ണൂർ രാജൻ മാഷ്. അവിടെ പോവുക, മാഷിനെ പാടി കേൾപ്പിക്കുക ഡെയിലി. ഒരു തവണ പാടി കേട്ടാൽ അദ്ദേഹത്തിന് മനസ്സിലാവും. പിന്നെയും പാടി കേൾപ്പിച്ച് പിന്നെ പോകുമ്പോൾ എന്തോ ഒരു സുഖം അവിടെ പോകാൻ. ഞാൻ പാടുമ്പോഴേക്കും ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ കൊള്ളാമല്ലോ, നല്ലൊരു സുഖമുള്ള ഏർപ്പാടാണ്. പിന്നെ മാഷില്ലെങ്കിലും അവിടെ പോകാൻ തുടങ്ങി. മാഷില്ലെങ്കിലാ പിന്നെ അവിടെ കൂടുതൽ പോകാറ്. അല്ല, അങ്ങനെ അത് സ്നേഹമായി. അത് കേട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് സീത തന്നെയാണ്. കാര്യം എന്നെ സഹിക്കുന്ന വലിയ പാടാണ്. വേറെ ആരെങ്കിലും ആകെ ഇപ്പോൾ ഒരു 112 തവണ ഡൈവോഴ്സ് നടന്നേനെ. ഇപ്പോൾ എന്നെ സഹിച്ച് എൻ്റെ തെറ്റുകളൊക്കെ പുറത്ത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന കാര്യം എനിക്കും അത്ര സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല. പക്ഷെ അത്രയ്ക്ക് നല്ലൊരു എന്താ പറയണ്ടേ, എനിക്ക് എൻ്റെ അമ്മയെ ഇഷ്ടമാണ്, കുറേ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ എനിക്കിഷ്ടമാണ്. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. അതുപോലെ ഭയങ്കര ക്രിട്ടിക്കാണ്. നമ്മളൊരു പാട്ട് ചെയ്താൽ ചിലപ്പം പിന്നെ അത് കേട്ടാൽ നമ്മുടെ അടുത്ത് ദേഷിക്കുകയൊക്കെ ചെയ്യും. ആ ലെവലിൽ ഇത് കൊള്ളത്തില്ല ചേർത്തേണ്ടായത്, ഭയങ്കര വൃത്തികേടുന്നു പറഞ്ഞു. അങ്ങനെ പറയുന്ന ഒരാളാണ്. അത് പിന്നെ അത് നമ്മൾ നേരത്തെ പറയുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ഇത് റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ നല്ലതായിരിക്കും, അതിനത് വിശ്വാസമല്ല. അങ്ങനെ ഒരു വട്ടം പറഞ്ഞായതുകൊണ്ട് അത് സൂപ്പർ ഹിറ്റായാലും അവൾ സമ്മതിച്ചു തരത്തില്ല. അത് കൊള്ളത്തില്ല, അത് എങ്ങനെ ഹിറ്റായി. കുഞ്ഞെന്ത് പറയുന്നു ആ ഒരു കാര്യത്തെ കുറിച്ച്? അയ്യോ, കൊച്ചു ഇതിനേക്കാളും അപകടകാരിയാണ്. കാര്യം അവള് വേറൊന്നുമല്ല, ഞാൻ ഈ അടുത്തൊരു തമിഴ് അത് നടന്നതുമില്ല ദൈവാധീനം. അപ്പം അതിൽ ഒരു പെപ്പി നമ്പർ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ഒരു രസമുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു അത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനത് വീട്ടിൽ കൊണ്ട് കേൾപ്പിച്ചു, എവരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ആ സമയത്ത് എന്നെ ആരോ വിളിച്ചിട്ട് ഞാനൊന്ന് വെളിയിലേക്ക് പോയി എന്ത് ചെയ്തു, ഫോൺ സംസാരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ ഫുൾ ബ്ലാസ്റ്റിൽ കേട്ട് ഇവിടെ വന്നപ്പോൾ അമ്മ ഈ സീതയുണ്ട്, മോളെ കാണുന്നില്ല. ഞാൻ പറഞ്ഞു എവിടെ പറഞ്ഞു, അവർക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഇതെന്തുവാ ഇത്? ഞാൻ പറഞ്ഞു ഇപ്പോൾ എവിടെ? ഇതൊരു തൊട്ടടുത്ത റൂമിൽ അവൾ സീരിയസ് ആയിട്ട് ഇത് കരയുക. അവൾ കരയുന്ന ഒരൊറ്റ കാര്യമാണ്. അവൾ പറയുന്നത് ഇതെങ്ങാണ് റിലീസായ തിയേറ്ററിൽ വരുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്ത് പറയുന്നത്, ഇത്രയ്ക്ക് പന്ന ഒരു പാട്ടുണ്ടാക്കിയതാണ്, എൻ്റെ തന്തേന്ന് എങ്ങനെ പറയും എന്നുള്ളതാണ് കൊച്ചിൻ്റെ ലൈഫിൽ. അങ്ങനത്തെ ഒരു ക്രിട്ടിക്സ് ഒരു തവണ കേട്ടിട്ടുണ്ടാവില്ലല്ലേ? ഒരിക്കലും. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അവർ ഉള്ളത് അഭിപ്രായം പറയാൻ.
അത് വലിയൊരു സംഭവമാണ്. വെച്ചാൽ അങ്ങനെ ഒരു ആള് വീട്ടിൽ വളർന്നു വരുമ്പോ തീർച്ചയായും അടുത്തത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു അല്ല പിന്നെ പിന്നെ ഇപ്പൊ പാട്ടുകൾ കേൾപ്പിക്കാറില്ല, അതിനുള്ള ധൈര്യം പോയി എനിക്ക്. സാർ പുതിയ പ്രോജക്റ്റുകൾ എങ്ങനെയാണ് സാർ? പുതിയ പ്രോജക്റ്റുകൾ ഞാനിപ്പോൾ ഒരു തമിഴ് ഫിലിം ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ഫിലിം തമിഴ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ഒരു പിക്കാണ്, ഒരു ഫിലിമാണ്. പിന്നെ മലയാളത്തിൽ 3 പടം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ലാൽ സാറിൻ്റെ പടം ചെയ്യുന്നുണ്ട്, TK രാജീവ് കുമാർ സാറിൻ്റെ. അപ്പോൾ കുറച്ച് നാളിന് ശേഷമുള്ള ഒന്നും കൂടെ ഉള്ള പരിപാടിയാണ്. അവൻ്റെ സ്ക്രിപ്റ്റ് കഴിഞ്ഞു, അതിപ്പോൾ ഉടനെ തുടങ്ങും. അപ്പം അതൊക്കെയാണ് പുതിയ പരിപാടികൾ. ചില കരുതൽ, കാരണം അവൻ്റെ അടുത്ത് അതിൻ്റെ ഒരു ഇതിവൃത്തം പറഞ്ഞിട്ടുണ്ട് രാജീവേട്ടൻ. അപ്പോൾ അത് എന്ത് വേണമെന്നുള്ളതിനെ പറ്റി ഒരു ധാരണയുണ്ട്. പിന്നെ നമ്മൾ ഇനി കമ്പോസിങ്ങിന് ഇരിക്കണം. അതെ അതെ സാറ് ഇപ്പോൾ കമ്പോസിങ്ങിന് ഇപ്പോൾ യാത്രയുടെ കാര്യം പറഞ്ഞു, അപ്പോൾ ഒരു റൂമിൽ അടച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണോ സാറിന് ലഭിക്കാറുള്ളത്? അതോ അല്ല, എനിക്ക് റൂമിൽ അടച്ചിട്ടാൽ എനിക്ക് പേടിയാവും. അത് ഭയങ്കര നമ്മൾ കയറി ഒരു ലോക്ക് ചെയ്യുന്നതുകൊണ്ടല്ലോ വേറൊരാൾ വന്നിട്ട് ലോക്ക് ചെയ്യുന്നു നമ്മളായിട്ട്. അത് വൃത്തികെട്ട അവസ്ഥയാണ്. എനിക്കൊക്കെ തുറന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുന്നതന്നെ എക്സിബിഷൻ ഹാളിൽ കിടന്നുറങ്ങുന്നു, ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മാനേജർ ഉള്ളതുകൊണ്ട് അവൻ ഞാൻ ഉറങ്ങിയതിന് എൻ്റെ ചെറിയ തോതിലൊരു കൂർക്കമ്പനി കേട്ടാൽ അവനെല്ലാം ഇങ്ങനെ ഓഫ് ചെയ്യും. ഒരെണ്ണം മാത്രം ഇട്ടേക്കും ലൈറ്റ്, അല്ല ഞാനെന്നിച്ച് തെറി വിളിക്കും രാത്രിയിൽ. അപ്പം അങ്ങനെ ഒരാളാണ് എനിക്ക് വെളിച്ചം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഫുള്ള് നല്ല വെളിച്ചം ഉണ്ടെങ്കിൽ എന്തെങ്കിലും അത് ഫുൾ ഒരു കായലിൻ്റെ കരയെ വെച്ചിട്ടായിരുന്നു മാലയൊക്കെ കമ്പോസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു സുഖം നമുക്ക് കിട്ടും, ഒരു പ്രകൃതിയുമായിട്ട്. അതൊക്കെ പിന്നെ അതൊരു സുഖമുള്ള പരിപാടിയാണ്. ഞണ്ട് കടിക്കാതെ നോക്കണം. സാറിൻ്റെ ഒരു കോസ്റ്റ്യൂം സെൻസ് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു സംഭവം, സാർ ഇപ്പോൾ ജഡ്ജായിട്ട് വരുമ്പോഴാണ് കൂടുതലും അത് പല പല വെറൈറ്റി കോസ്റ്റ്യൂംസ് ആണ് സാർ ധരിക്കാറുള്ളത്. അത് ഈ പറയുന്ന പോലെ നമ്മൾ സംഗീതം തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ വെറൈറ്റി ആയിട്ട് സെലക്ട് ചെയ്യുന്നതാണോ? അങ്ങനൊന്നുമില്ല. എൻ്റെ ഇപ്പോൾ ഉള്ള കോസ്റ്റ്യൂം എല്ലാം സെലക്ട് ചെയ്യുന്നത് എൻ്റെ വൈഫാണ്. ഞാനവിടെ മറ്റേ സ്ലീവ്ലെസ് ബെൻഡനും ഷോർട്ട്സും ഇട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അത് 10 ദിവസത്തിൽ ഒരു തവണ ഊരത്തുള്ളൂ. അപ്പോൾ ആലോചിച്ച് ചിത്ര ചേച്ചിയൊക്കെ ചരത്തെ ഇങ്ങനെയാണോ 10 വർക്ക് ചെയ്യുന്നത് സ്റ്റുഡിയോയിൽ? ഞാൻ പറഞ്ഞ ചേച്ചി ഇതെങ്കിലും ഉണ്ടല്ലോ. അല്ല അങ്ങനെ തുണിയിലൊന്നും അല്ല ഒരു ഇതുള്ള മനുഷ്യനല്ല. അത് പക്ഷേ സീത നന്നായിട്ട് ഇതൊക്കെയാണ് ഈ ഇങ്ങനെയൊക്കെ ഉള്ള കാളാകുളി വേഷമാണ് എനിക്ക് നല്ലതെന്ന് അവള് തന്നെ തീരുമാനിച്ചെടുത്ത് തരുന്നത്. ഒരു ഫ്ലോറില് അത്രയും ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വരുമ്പോ സാറ് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. ആ ഒരു ഭാഗം നോക്കി കഴിഞ്ഞാൽ ഓക്കെ അവിടെ സാർ ഇരിപ്പുണ്ട് എന്ന് തോന്നുന്ന ആ രീതിയിലാണ് ഫ്ലോർ ലൈറ്റിലൊക്കെ വരുമ്പോ. സ്റ്റേജ് പ്രോഗ്രാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ് പല പല സ്ഥലത്തും നമുക്ക് അവസരങ്ങൾ സാറിന് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പം നേരിട്ട് ലൈവ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ പ്രേക്ഷകർ ആവശ്യപ്പെടാറില്ലേ സാറിന്റെ ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റാതെ പോകേണ്ട അവസ്ഥയായിരിക്കും? അത്രയും പാട്ടുകൾ ചോദിക്കുമ്പോൾ നമുക്ക് ഇതിനി എല്ലാം ഇങ്ങനെ ഈ സമയത്ത് ബാക്കിയുള്ള പാട്ടൊക്കെ ചോദിച്ചാൽ ഞാൻ പാടും, എൻ്റെ പാട്ട് ചോദിച്ചാൽ ഞാൻ ആലോചിക്കേണ്ടി വരും. അല്ലേ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സെഗ്മെന്റ് തന്നെ ഉണ്ട്, ഈ ഓഡിയൻസ് ചോയ്സ് എന്ന് പറഞ്ഞ്. നമ്മളിപ്പോൾ ചിത്ര ചേച്ചിയുടെ പ്രോഗ്രാം ആണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്താലും അവർക്ക് വേണ്ടി അവർ പറഞ്ഞു എല്ലാം ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല, നമ്മൾ മനുഷ്യരല്ലേ, ഒരു AI ഒന്നും അല്ലല്ലോ ഞാൻ. അപ്പോൾ അത് ഞാൻ AI അല്ല, ഞാൻ VI ആണ്. എൻ്റെ പേര് VI സുജിത്ത് എന്നാണ് ഒറിജിനൽ റെക്കോർഡിക്കൽ നെയിം. അത് പിന്നെ മാറ്റി സുജിത്ത് എന്നാണ്, അത് മാറ്റി. ഹിസൈനസ് അബ്ദുള്ള കേൾക്കുമ്പോൾ നമ്മുടെ ലാലണ്ണാച്ചി പറയുന്നില്ല ഇതിൽ ദാസേട്ടനും MG ശ്രീകുമാറും സുജിത്തും ഒക്കെ, ആ സുജിത്താണ് ഞാൻ. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എല്ലാ പാട്ടുകളും എനിക്കായിരിക്കും മലയാള സിനിമയിൽ. എനിക്കൊരു 10 മാനേജരെങ്കിലും വേണമല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒന്നും നടന്നില്ല, ആരും വിളിച്ചില്ല. ചുമ്മാതെ പോലും സുഖമാണോ അല്ലെ ജീവനോടെ ഉണ്ടോ എന്ന് അറിയാൻ പോലും വിളിച്ചിട്ടില്ല. അപ്പോൾ ഈ അന്ധവിശ്വാസമാണല്ലോ ഈ ഫിലിമിൽ. പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഭയങ്കര ഈശ്വര വിശ്വാസം, ഈ സ്വാമികളെയൊക്കെ വിശ്വാസമാണ്. പക്ഷേ അതെന്തോ നിനക്ക് ആ പേര് ചിലപ്പോൾ ശരിയാവത്തില്ല. പിന്നെ മാറ്റി 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 ഒരമ്പലത്തിൽ പോയപ്പോൾ ആ അർച്ചന തട്ട് കൊടുത്തു. ആ പോറ്റി ചോദിച്ചു പേരറിഞ്ഞൂടാ, കാര്യം ഒരു 150 പേര് തലേ കിടക്കുക. അത് അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. അത് അങ്ങനെ മാറ്റിയതാണ് ശരത്ത് എന്നുള്ള പേര്. സാറേ നമ്മളിപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമിന്റെ കാര്യത്തിലോട്ടും നമ്മൾ പ്രേക്ഷകരുടെ ഒരു സെഗ്മെന്റിലോട്ടും വന്നു. അപ്പോൾ അവരാവശ്യപ്പെടുന്ന സോങ്സ് ഇപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ പാട്ടുകൾ പാടാനാണ് എനിക്ക് ബാക്കി പാട്ടുകളൊക്കെ പാടാന്ന് പറഞ്ഞില്ലേ.
അപ്പോൾ പ്രേക്ഷകരുമായിട്ട് സംവദിക്കാൻ കഴിയുന്ന സാറിൻ്റെ മീഡിയം പാട്ടുകളാണ്. പ്രേക്ഷകരാണെങ്കിലും ഏതൊരു ആളായിട്ടും സാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീഡിയം സംഗീതമാണ്. അപ്പൊ കർണാട്ടിക് ഏറ്റവും കൂടുതൽ എന്താ പറയാ സംഗതി ഉപയോഗിച്ചുകൊണ്ട് പാട്ടുകൾ ഇറക്കുന്ന. അപ്പൊ ഈ സംഗതി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സംഗതി എന്താണ് സാർ? അതാണ് എൻ്റെ ഒരു ചീത്ത പേര്. ഇല്ല, അത് നമ്മൾ അങ്ങനെ മനഃപൂർവ്വം സംഗതി കുത്തിക്കയറ്റുന്നതല്ല. അത് എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് അങ്ങനെ വന്നു പോകുന്നതാണ്. അതിന് വന്നു പോകുന്നതിൻ്റെ ഒരു കാരണം എൻ്റെ അമ്മയെ തന്നെ പറയണം. എനിക്ക് അമ്മയ്ക്ക് ഈ സാധാരണ ലെവലിലൊന്നും പാടിയെ ഇഷ്ടപ്പെടത്തില്ല. അമ്മയെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉള്ള സംഗതി മുഴുവൻ വലിച്ചു വാരി പാടി, അപ്പോഴേ കുറച്ച് അമ്മയ്ക്ക് ചിരി വരത്തുള്ളൂ. നമുക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരത്തുള്ളൂ അമ്മ. അപ്പോൾ അത് അമ്മയെ സൂചിപ്പിച്ചാൽ ഞാനിങ്ങനെ പാട്ട് ചെയ്യുന്നതിനകത്തൊക്കെ ഇങ്ങനെ നമ്മളറിയാതെ നമ്മൾ ഈ ചെയ്തു പോയ കാര്യങ്ങൾ, ആ ശീലം നമുക്ക് അറിയാതെ വന്നു പോകും. അല്ല, ചിലർ വിചാരിക്കും ഇത് മനഃപൂർവ്വം ഞാൻ ഈ ഓർക്കസ്ട്രക്കാരെ വലയ്ക്കാനോ അല്ല പാട്ടുകാരനെ വലയ്ക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യത്തില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യും. നമ്മുടെ പാട്ട് എല്ലാവരും പാടണം, എല്ലാവരും വായിക്കണം, അത് ഹിറ്റാവണമെന്നുള്ളത് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇമാതിരി വൃത്തികേട് ആരും കാണിക്കത്തില്ല. അപ്പം അത് ശീലം കൊണ്ട് വന്നുപോയ ചില തെറ്റുകളല്ല അതിങ്ങനെ. ഇത് MG അണ്ണൻ നമ്മുടെ വാലിന്മേൽ പൂവും പാട്ട്, അപ്പം അത് പാടി കഴിഞ്ഞപ്പോൾ ആ പാട്ട് ഭയങ്കര ഹിറ്റാണ്. ഇപ്പോഴും ഈ അമ്മ എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ. അപ്പം അതിൽ ഈ ചരണം തുടങ്ങും അമ്മ തിരുവയറുൾ. ഇത് ഈ തുടങ്ങുന്ന സ്ഥലം കുറച്ച് ക്രിട്ടിക്കലാണ്. അപ്പോൾ അത് എൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ അണ്ണാച്ചി അവിടെ കൊണ്ട് കിക്കിരി എന്നാക്കിയിട്ട് ഒന്നിൽ ആ ഫ്ലൂട്ടുകാരൻ തെറ്റിക്കും, അല്ലെങ്കിൽ ഞാൻ തെറ്റിക്കും. അതാണ് ആ പാട്ട് നിർത്തിയെന്ന് ഞങ്ങൾ എടുക്കാതായെന്ന്. ഈ ഇത് അപ്പം അങ്ങനെ. അപ്പം ഞാൻ ആലോചിച്ചു, ചില നമ്മുടെ ഈ ഓർക്കസ്ട്ര ആള് എന്നെ, എനിക്ക് ഈ ഓർക്കസ്ട്ര നമ്മുടെ മ്യൂസിഷ്യൻസിന് എനിക്ക് കുറേ ഇഷ്ടമാണ്. അവരെല്ലാം ഒന്നുമില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ചർച്ചേട്ടാ ഇത് വായിക്കാൻ പറ്റുന്നില്ല ചരിത്രം, നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇതാന്ന് പറഞ്ഞപ്പോൾ ഞാനത് ആലോചിച്ച്, അതങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ട് എന്താണ് അതുള്ള ഗുണം. പിന്നെ ഞാൻ അതിൻ്റെയൊക്കെ ഒന്ന് മാറി പിടിച്ചതാണ് തിരക്കഥ. ഇപ്പോൾ പാലപ്പൂ വിതൽ എന്നുള്ളത് എനിക്ക് പഴയ ശ്യാം സാറിൻ്റെയൊക്കെ ഒരു ലെവലിൽ ഒരു കിടുക്കാച്ചി പാട്ടെന്നുള്ള ലെവലിൽ ശ്യാം സാറിനെയൊക്കെ മനസ്സിൽ വെച്ച് ചെയ്തതാണ്. ഇന്ന് കോപ്പി അടിച്ചല്ല കേട്ടോ, അത് ഐറ്റം എൻ്റെ തന്നെ, പക്ഷെ അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ശ്യാം സാറായിരുന്നു. അപ്പം അത് ഇതൊക്കെയാണ്. ഈ സാറിന് ദയയിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ ഇത് കിട്ടി. ആ ഒരു അറേബ്യൻ രീതിയിലുള്ള ഒരു സിനിമ സാറ് ചെയ്ത വേർഷനൊന്നും അല്ല, അതിലോട്ട് വരുമ്പോൾ അല്ലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ മൊത്തം മാറി. അതിന്റെ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു സാർ? അതിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതെ, അത് സത്യം പറഞ്ഞാൽ ആ ഒരു പടം റീ റെക്കോർഡിങ് ചെയ്തതിൻ്റെ പൈസ മേടിച്ചിട്ടാണ് ഞാനൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തത്. സത്യം, അതിന് കിട്ടിയ പൈസ മേടിച്ചുകൊണ്ട് വന്ന് ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് ഒരേ ഒരു ബെഡ്ഷീറ്റ്. ഞാൻ പറഞ്ഞു ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇതുപോലെ ഞങ്ങൾ അങ്ങനെ തുടങ്ങിയാണ് ലൈഫ്. അപ്പം അതുകൊണ്ട് ആ പടം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം അത് നമുക്കും അത് കാരണം ഒരു അറേബ്യൻ ഫീൽ. അതെ. എന്നാൽ അത് എനിക്ക് അത്ര നന്നായിട്ട് ചെയ്യാൻ ടൈമില്ലായിരുന്നു. പിന്നെ എല്ലാം ഞാനിരുന്ന് വായിക്കേണ്ടത്. നമ്മുടെ പ്രോഗ്രാമേഴ്സ് പോലും 1-2 ബിറ്റ് ഞാൻ കമ്പോസ് ചെയ്ത് ഇരുന്ന് ബാക്കിയെല്ലാം ഞാൻ തന്നെ ഇരുന്ന് വായിച്ചു. അപ്പോഴത്തേക്ക് അത് സാറ് മനുഷ്യേച്ചിനെ ആ ഒരു റൂമിൽ വെച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സീനിലൊക്കെ കൃത്യമായിട്ട് അവിടെ കയർ പിടിച്ച് വലിച്ച് അതാ ഒരു കോമിക് ലാൽ അണ്ണാച്ചി ചെയ്തതല്ലേ. ആ ഒരു പോർഷൻ ശരിക്കും അതൊരു കാർട്ടൂൺ ഫിലിം പോലാണ് ചെയ്തത്. കാരണം എന്താണോ ആ ക്യാരക്ടറെ അല്ല മ്യൂസിക് കൂടി വരുമ്പോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ളതാണ്. സാറിന്റെ ഈ പറഞ്ഞ പോലെ സംഗീതം എന്ന് പറയുന്ന ആ ഒരു സബരിയില് ഒരുപാട് ഗായകരെ പാടിക്കാനായിട്ടും അവരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ടും. ഇപ്പൊ ദാസേട്ടനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ സാറ് ഒരുപാട് വികാരാധീനാവാറുണ്ട്. അവരുടെയൊക്കെ ഒരു പാട്ടിന്റെ ആഴം സാറ് മനസ്സിലാക്കാൻ പറ്റിയിട്ട് ആ ഒരു ഫീലൊക്കെ പലപ്പോഴും സ്റ്റുഡിയോയിൽ നിന്ന് സാറ് സംഗീതം ചെയ്തിട്ടുള്ള പാട്ടൊക്കെ പാടുമ്പോൾ ഇല്ല. ഒന്നാമത് നമ്മൾ ഈ ദാസേട്ടനെന്നൊക്കെ പറയുന്ന ആ മനുഷ്യൻ്റെ ശബ്ദം കേട്ട് വളർന്നിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ എവിടെ ആണെങ്കിലും എന്താണെങ്കിലും ജനനമാണെങ്കിലും മരണമാണെങ്കിലും ദാസേട്ടൻ്റെ ശബ്ദമുണ്ട്. അപ്പോൾ അത് എല്ലാ വികാരവും നമ്മുടെ എന്താ പറയുക, നമ്മൾ പോയ എല്ലാം നമ്മൾ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ കൂടെ ദാസേട്ടൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു
ഒരു കാര്യം അത് പാടാൻ വേണ്ടി മാത്രം എന്താ പറയണ്ടേ ഈശ്വരൻ ഇങ്ങോട്ട് അയച്ച ആളാണ്, വേറെ ഒന്നിനല്ല. അത്രേ ഉള്ളൂ. ആ ശബ്ദവും പിന്നെ ആ ഒരു റെൻഡിഷൻ, അത് അദ്ദേഹത്തിൻ്റെ ശ്രമം, പ്രാക്ടീസ്, നേരെ ചൊവ്വയുള്ള ഭക്ഷണ രീതി എന്തുകൊണ്ടും ഒരു ഗായകന് റോൾ മോഡലാക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ദാസേട്ടൻ. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, ഞാൻ ഇതുവരെ ചെയ്ത പടങ്ങളിൽ ഒരു 80% പാട്ടുകളും ദാസേട്ടനാണ് പാടിയേക്കുന്നത്. അപ്പോൾ അതൊരു മഹാഭാഗ്യം. ഇതിൻ്റെ ഇടയ്ക്ക് അടിപിടിയും തല്ലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള അടിപിടിയാണ്. അവസാനം ദാസേട്ടൻ തന്നെ മനസ്സിലായിട്ടുണ്ട്, ഇവൻ പറഞ്ഞ ശരിയാണല്ലോ. എന്നാലും വിട്ടൊന്നും തന്നിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ എത്രയോ പാട്ടുകൾ, ഇപ്പോൾ സല്ലാപം, കവിത, ഇതാണ് ദാസേട്ടൻ എനിക്ക് ആദ്യം പാടുന്നത്. അവിടെ തൊട്ട് എത്ര പാട്ടുകൾ. അപ്പം അതൊരു സന്തോഷമാണ്. ദാസേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വികാരമാണ്. ഇതേ വികാരം അല്ലെങ്കിൽ ഇതേ ഒരു ഇതാണ് ഒരു കാറ്റഗറിപ്പെട്ട ഒരാളാണ് ജാനകി അമ്മ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗത്തോട്ട്. അപ്പോൾ അതുപോലെ ചിത്ര ചേച്ചി ഒക്കെ വരുമ്പോ, അപ്പോൾ ചിത്ര ചേച്ചിക്കായിട്ട് ഈ പാട്ടുകൾ നേരത്തെ പറഞ്ഞ ഒരു വഴക്കൊക്കെ എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്ന. അപ്പോൾ അതുപോലെ സുജാ ചേച്ചി, അങ്ങനെ എല്ലാവരുമായിട്ടുള്ള ഒരു ബന്ധം സൂക്ഷിക്കുന്ന ബന്ധം. പിന്നെ അത് എനിക്കല്ല, എനിക്ക് ഈ കള്ളത്തരം എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ഒരാളെ ഉമ്മ വയ്ക്കുക അങ്ങനെ ആ പരിപാടി എനിക്ക് ഇഷ്ടമല്ല. പണ്ട് മുതലേ അല്ല, അങ്ങനെ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പടം ചെയ്ത ആൾ ഞാനായിരുന്നു. പലരും വന്നിട്ട് ഉമ്മ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ അതെൻ്റെ ഒരു ക്യാരക്ടറാണ്. അല്ല ഞാൻ വലിയ കൊമ്പേല കുറിപ്പൊന്നല്ല. നമുക്കത് അങ്ങനെ വേണ്ട. എനിക്ക് കിട്ടേണ്ട ചോറ് എനിക്ക് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ചിത്ര ചേച്ചി, ഇപ്പോൾ ജാനകിയമ്മ എനിക്ക് ഫിലിമിൽ പാടിയിട്ടില്ല, അല്ലാതെ കുറേ പാട്ട് ജാനകിയമ്മ പാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഗുരുനാഥന് വേണ്ടി ചെയ്ത ഫിലിമിലെയും പാട്ടുകൾ ജാനകിയമ്മയും SPB സാറുമാണ് പാടിയേക്കുന്നത്. അപ്പോൾ ജാനകിയമ്മയായിട്ട് കുറേ സ്നേഹബന്ധമായിരുന്നു. ജാനകിയമ്മയ്ക്ക് ഞാൻ കീബോർഡ് വായിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ചിത്ര ചേച്ചി ഒരു ദിവസം എയർപോർട്ടിൽ വെച്ചിട്ട് ജാനകിയമ്മയുടെ ചേച്ചി വിചാരിച്ച് ജാനകിയമ്മ എനിക്ക് അറിഞ്ഞുകൂടാന്ന്. അപ്പോൾ ശരത്തെ ജാനകിയമ്മ, അമ്മ ശരത്ത് കീബോർഡ്. അപ്പം ചേച്ചി കീബോർഡോ? അപ്പം ജാനകിയമ്മയ്ക്ക് ഞാൻ ഈ ജാനകിയമ്മ പാടിയ പാട്ടിൽ അന്ന് ഗിറ്റാറിസ്റ്റ് ആരാണ്ട് വരാണ്ട് ഞാൻ തന്നെ അതിൻ്റെ ഒരു ഫീൽ ഉൾക്കൊണ്ട് വായിച്ചു. അത് കേട്ട് ഇമ്പ്രസ്ഡായി. ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. ജാനകിയമ്മയുടെ മനസ്സിൽ അതങ്ങ് കയറി. അതുകൊണ്ട് ഞാൻ സംഗീത സംവിധായകൻ, പാട്ടുകാരനൊക്കെ ഉള്ള പിന്നെ കീബോർഡ്. അപ്പോൾ അത് ചേച്ചിയും ഞെട്ടിപ്പോയി. കീബോർഡോ ശരത്തോ? അത് ചേച്ചിക്ക് അറിഞ്ഞൂടാ ഇങ്ങനത്തെ സംഭവം നടന്നാൽ. എനിക്കും അറിഞ്ഞൂടാ. ഈ കീബോർഡ് നമ്മൾ ഇരുന്ന് വായിച്ച് ജാനകിയമ്മ ജാനകിയമ്മ പാണ്ട പാട്ടായിരുന്നു. ജാനകിയമ്മ കൊണ്ട് ഇരുത്തിയിട്ടാണ് ഞാൻ ആ ഗിറ്റാർ വായിച്ചത്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതിങ്ങനെ അമ്മയുടെ മനസ്സിൽ ഇത്രയ്ക്ക് ആഴത്തിൽ കയറി പതി വന്ന് ഞാൻ വിചാരിച്ചില്ല. അത് ഒരു സന്തോഷം. അത്രയും വലിയൊരു ലെജൻഡ്. അയ്യോ, ബാലുണ്ണായിട്ട് വല്ലാതെ അടുപ്പമാണ്. അത് എനിക്ക് റെക്കോർഡിക്കലി ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ. പക്ഷേ SPB സാർ ഒരു 13 പാട്ടോളം വേറെ പലർക്കും വേണ്ടി ഞാൻ ചെയ്തത് പാടിയിട്ടുണ്ട്. അത് SPB സാറിന് മാത്രമേ അറിയാവൂ ഞാനാ ചെയ്തതെന്ന്. കാര്യം വെളിയിൽ പറയാൻ എല്ലാം ഫ്രണ്ട്സാണ്. അപ്പോൾ അത് അങ്ങനെ ഉള്ള. പിന്നെ എന്നെ SPB സാറിന് പരിചയപ്പെടുത്തിയത് എൻ്റെ ഗുരുനാഥനാണ്, ബാലമുരളി സാറാണ്. അപ്പോൾ എന്താണ്ട് പറഞ്ഞ് ബാലുണ്ണനെ പേടിപ്പിച്ച എന്നെ പരിചയപ്പെടുത്തിയേക്കുന്നത് തോന്നുന്നു. കാര്യം അത്ര ഇഷ്ടവും അത്ര ഒരു സ്നേഹമായിരുന്നു ബാലുണ്ണൻ. എനിക്ക് ഒരു ഓർമ്മ വരുന്ന ഇൻസിഡൻറ്റ് പറയാം. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ചെന്നൈയോ അല്ലെ കൊച്ചി ചെന്നൈയോ, അത് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എൻ്റെ തൊട്ട് മുമ്പിൽ SPB സാറാണ്. അപ്പോൾ ഭയങ്കര കമ്പനിയാണ്. ബാലുണ്ണൻ ചിലപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ പാടി ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ, നമ്മളവിടെ ഇറങ്ങുമ്പം പറയാം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിന്ന് ടേക്ക് ഓഫായി ലാൻഡ് ചെയ്തപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടെ അണ്ണാ എന്ന് വിളിച്ചു. ആര്? ഞാൻ പറഞ്ഞു അണ്ണാ ശരത്തണ്ണ. ഡേയ് എന്നടാ ഇവിടെ വന്നിരുന്ന് നമുക്ക് എന്തൊക്കെ സംസാരിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞു അണ്ണ ഉറങ്ങുമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. എന്നടാ തൂക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പിടിച്ച് എൻ്റെ കൈ എന്നെ കട്ടത്തി വെച്ചിട്ട് എയർപോർട്ടിൽ കൂടെ നടക്കുക. അപ്പോൾ നടന്നപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഒരു ഫോട്ടോ. അപ്പോൾ ഞാനത് അണ്ണൻ്റെ ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് എടുത്ത്.
പാത്തിയാ നീ ഇത്ര ഒരു ജ്ഞാനസൻ എൻ്റെ കൂടെ ഉണ്ടായിട്ട് നിൻ്റെ പടം വേണ്ട അവർ ഞാൻ പറഞ്ഞു അണ്ണാ ഇതൊക്കെ ടൂ മച്ച് അണ്ണാ ഓവറല്ല പണ്ണാതിങ്ങനെ അപ്പോൾ അപ്പോൾ നീ എங்கே പോറേ ഞാൻ ഡ്രോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ബാംഗ്ലൂർ പോയത് കഴിഞ്ഞ് കച്ചേരി ഉണ്ട്. അപ്പോൾ എങ്ങനെ പോകുന്നു? ഞാൻ പറഞ്ഞു കാറിൽ. ഏത് കാർ, ഏത് ഡ്രൈവർ? അദ്ദേഹത്തിന് അതൊന്നും ചോദിക്കേണ്ട ഒരു കാര്യമില്ല. നീ ബാംഗ്ലൂർ പോകുന്നോ ഗോകർണത്ത് പോകണോ പോ എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അല്ല ഡ്രൈവർ അവിടെ ഒരു മിനിറ്റ് നിൽക്കി ശരത്ത് എന്ന് പറഞ്ഞ ഉടനെ എടുത്തിട്ട് ഫോൺ ആർക്കോ ചെയ്തു. ഫ്ലൈറ്റ് ഇല്ലടാ. ഇത് ഫ്ലൈറ്റേ ബാംഗ്ലൂർ പോകാൻ ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കി എന്നെ കാറിൽ അയക്കാതിരിക്കാൻ. ഞാൻ പറഞ്ഞു അണ്ണാ നല്ല ഡ്രൈവർ ക്ഷമ ഡ്രൈവർ ഞാൻ പോയിട്ട് വേണം. ഇല്ലില്ല എന്നോட ഡ്രൈവറാണ് അനുപ്പുറം എന്നോടൊക്കെ പുതുക്കാറടാ അതിലെ പോ. ഞാൻ പറഞ്ഞു വേണ്ട അണ്ണാ ഇപ്പോൾ വരും അണ്ണാ പോകുന്നില്ലെന്ന്. ഞാൻ ഇച്ചിരി ടൂ മച്ച് ആണല്ലോ ഈ അണ്ണൻ ചെയ്യുന്നത് എന്ന് എനിക്ക് എൻ്റെ മനസ്സിലേ. കാര്യം ഇത്രയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറ് വന്നു. അവിടെ മുഴുവൻ ആൾ SPB സാറിനെ കണ്ടു. കാർ ഇന്നോവ വന്ന് ഇന്നോവയിൽ കയറി ബാലുണ്ണ പോയിട്ട് റിവേഴ്സ് വന്നു. കാറ് റിവേഴ്സ് വന്ന് നിർത്തി. ശരത് ഇത് ഇന്നൊരു നമ്പറിടാ എന്നോടത് വെരി പേഴ്സണൽ നീ എനിക്ക് അങ്ങ് പോയിട്ട് ഉടനെ പണ്ണ് തിരിച്ചു. അപ്പം ഞാനവിടെ ചേർക്ക് എന്ത് നല്ല മനുഷ്യനാ ഇദ്ദേഹം. ഇങ്ങനെ പോലൊരു ആൾ ലോകത്തുണ്ടാവുക ദൈവം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. അത് വിട്ടും പോയി. പിന്നെ ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞ അടുത്ത ദിവസമായപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു നമ്പറിൽ നിന്നൊരു കോള്. അപ്പം ഞാൻ എടുത്തു. ഹലോ ശരത്താ? ശരത്ത് ഞാൻ SPBടാ. ശബ്ദം കേൾക്കുമ്പോൾ എടാ ഒരു വാക്ക് നീ പറഞ്ഞോടാ നീ അവിടെ പോയി ചേർന്നിട്ട് എന്നടാ നീ. പിന്നെ നമ്മളിപ്പോൾ അറിയത്തില്ലല്ലോ ബാലുണ്ണൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ഉടനെ വിളിക്കും. ചിലപ്പോൾ ഈ രാത്രി US ആയിരിക്കും. അണ്ണൻ തിരിച്ച് വിളിച്ച് പേസ് ശരത് എന്ന് പറഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം എங்கே അണ്ണാ വീട്ടിലേ വാ. ഇല്ല അമ്മാ ഞാൻ US. ഞാൻ പറഞ്ഞു അണ്ണാ തൂങ്ക വേണ്ടാമോ. ഇല്ലടാ ഓങ്കിട്ട പേസരുതാണ്ടാ എനിക്ക് അവളോ സന്തോഷം. എനിക്ക് എൻ്റെ നെഞ്ച് പറിച്ചുകൊണ്ട് പോയ ഒരു മനുഷ്യനാണ് ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ബാലുവണ്ണം പോയപ്പോൾ എൻ്റെ പെറിലേ പോയി. കാര്യം അത്രയ്ക്കൊരു മനസ്സിൽ അത്രത്തോളം. ഒന്നാമത് ഇദ്ദേഹത്തിൻ്റെ പാട്ട് അദ്ദേഹത്തിൻ്റെ അത്ര പെർഫെക്റ്റായിട്ട് പാടുന്ന ഒരു പാട്ട് തന്നെ കാണുന്ന വലിയ അത്ഭുതമാണ്. ലൈവ് ഷോ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പ്ലസ് ആണ്. അദ്ദേഹം നിന്ന് പാടുന്നതാണ്. അപ്പോൾ അങ്ങനൊരു പാട്ടുകാരനെ കാണുമ്പോൾ അത് പിന്നെ ഇമാതിരി ഒരു സ്നേഹബന്ധമായിപ്പോയി. വല്ലാത്ത ഒരു അതെൻ്റെ ഗുരുനാഥനും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അത് നമുക്ക് അറിഞ്ഞൂടെ. ഞാൻ ബാലുവണ്ണ പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇദ്ദേഹത്തെ ഇത്രയും സ്നേഹിച്ചിരുന്നു എന്ന്. എൻ്റെ അമ്മേ ഒരു വല്ലാത്ത ഹ്യൂമൻ ബീങ്. അത് ബാലുവണ്ണന് പകരം ബാലുവണ്ണനേ ഉള്ളൂ. അതിന് പകരം ഒരു മനുഷ്യൻ അത്രയും ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല. എനിക്ക് സാറിനെ കാണാനായിട്ട് പറ്റി. ഞാൻ ചെന്നൈയിൽ വീട്ടിൽ പോയിട്ടുണ്ട്. ഒരു ആഡ് ചെയ്യാൻ ശബരിമലയ്ക്ക് വേണ്ടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ സാറിന് സ്ക്രിപ്റ്റ് കൊടുത്തപ്പോൾ അത് തമിഴിലാണ് കൊടുത്തത്. അത് 4 ഭാഷയിൽ ചെയ്യണം. തമിഴ്, കന്നഡ, തെലുങ്ക്, മലയാളം. അപ്പോൾ ഈ തമിഴ് കൊടുത്തപ്പോൾ സാറ് പറഞ്ഞു പ്രോംപ്റ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഈ പ്രോംപ്റ്റർ ഇല്ല, ഞങ്ങൾ കൊണ്ടുപോയില്ല. അപ്പം സെറ്റൊക്കെ എന്ന് പറഞ്ഞാൽ സാറിനെ ഇങ്ങനെ അവിടുത്തെ ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അവർക്ക് അത്രയും ബഹുമാനമാണ്. എനിക്കാണെന്ന് വെച്ചാൽ തൊണ്ടയൊക്കെ പറിച്ചിട്ട് ഇത് ഇങ്ങനെ ഞാൻ ഈ 4 ഭാഷയിൽ ആക്കണം എന്ന് സാറിൻ്റെ അടുത്ത് പറയും. എൻ്റെ അടുത്ത് തമിഴ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇതാണെന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് അറിയില്ല. സാർ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ എഴുതാന്ന് പറഞ്ഞിട്ട് സാറ് തന്നെ ഓരോ സ്ക്രിപ്റ്റും ബോർഡിൽ എഴുതിയിട്ട് സാറ് തന്നെ അത് പറഞ്ഞു. ആ ഒരു അല്ലവ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോഴും നമുക്ക് ആ ഒരു പോർഷൻ കേൾക്കുമ്പോൾ സത്യം അത്രയും ഈ പറഞ്ഞ പോലെ പിന്നെ ബാലുവണ്ണൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പാട്ടിന്റെ കാര്യത്തിൽ എത്ര പാട്ടുകളാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ ഈ അസ്ഥാന സമയത്ത് വിളിച്ചു പോകുന്നത് ബാലുവണ്ണനെ. അയ്യോ സാറ് പറയുമ്പോ തന്നെ ആ ഫീല് ഉണ്ട്. അത്രയും അടുപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ സാറൊരു ഭക്ഷണപ്രിയനാണ് എന്ന് ആയിരുന്നു. ഇപ്പൊ അത്ര നമ്മൾ മേടിച്ചാലും അത്രയ്ക്ക് അങ്ങോട്ട് അകത്തേക്ക് ഇറങ്ങുന്നില്ല. ഇപ്പം പണ്ടൊക്കെ ഈ 2 ബിരിയാണിയൊക്കെ തിന്നിട്ട് 3ാമത് ഒരെണ്ണം കൂടെ തിന്നാൻ ആഗ്രഹമുണ്ട്. ഈ കടക്കാരൻ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് അത് പാർസൽ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് തിന്നിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് ഇപ്പോൾ ഉള്ളൊരു അസുഖം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർക്ക് നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു 11 മണിക്ക് ഒരു കോഫി, 2-2:30 ചാപ്പാട്, പിന്നെ ഒരു 3:30-4 മണിക്ക് ഒരു കോഫി, പിന്നെ രാത്രി 9:30-10 മണി വർക്കുണ്ടെങ്കിൽ
വർക്കില്ലാതെ ഞാൻ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഫുൾ ടൈം കഴിക്കും. എന്തെങ്കിലും അതിന് വൈഫായിട്ട് മിക്കാറ് ദിവസങ്ങൾ അടിയാണ്. ഞാൻ ടി വി കണ്ടിട്ട് എന്തെങ്കിലും കാണും എൻ്റെ കയ്യിൽ, എനിക്ക് വിശക്കും, എല്ലാം കുടിക്കണം. അതൊരു ഏതാണ്ട് മാനസിക രോഗമാണെന്നാണ് തോന്നുന്നത് എനിക്ക്. ഞാനിത് കേട്ടിട്ടുണ്ട് സാർ, ഭക്ഷണപ്രിയനാണ്. അത് എനിക്കിഷ്ടമാണ്. രുചിയുള്ള എല്ലാ ഭക്ഷണവും നമുക്ക് അത്ര. സാർ അങ്ങനെ ഇപ്പോൾ ചെന്നൈയിൽ താമസിച്ചു, ഇവിടെ കേരളത്തിൽ വന്നു. അപ്പം ഏതാണ് ശരിക്കും പറഞ്ഞാൽ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കേരളീയ ഭക്ഷണം? തമിഴ്നാട് ഭക്ഷണം? രണ്ടും ഇഷ്ടം. രുചി ഉണ്ടെങ്കിൽ ഞാൻ എവിടെ വേണേൽ ചാടി വീഴും. എനിക്ക് സാർ യാത്രകളിൽ അങ്ങനെ തേടി പിടിക്കാറുണ്ടോ? തേടി പിടിക്കാറുണ്ട്, എനിക്കിഷ്ടമാണ്. ഞാൻ തേടുന്ന രണ്ട് സാധനം, ഇതൊന്ന് ഭക്ഷണം, പിന്നൊന്ന് പെർഫ്യൂം. അത് അഡിക്ഷനാണ്. ഞാൻ നമ്മളിപ്പോൾ ഒരു മാളിൽ കൂടെ നടക്കുകയാണെങ്കിൽ ഈ പാർക്കോസ് എന്നൊക്കെ പറഞ്ഞ് പെർഫ്യൂം ഷോപ്പ് കാണുമല്ലോ, അത് വരുമ്പോൾ എന്നെ മറച്ച് നടക്കും എൻ്റെ ഭാര്യ, അത് കാണാതിരിക്കാൻ. കാരണം എനിക്ക് അത്ര അഡിക്ഷനാണ് ഈ പെർഫ്യൂം അഡിക്ഷൻ. എത്ര എണ്ണം മേടിച്ച് വെച്ചേക്കുന്നത്, അതൊന്നും കൊള്ളത്തുമില്ല, ഒന്നും തൃപ്തിയാകത്തുമില്ല എനിക്ക്. അതാണ്. അതെ, ഈ പെർഫ്യൂം ഒരു വലിയൊരു ഇതാണ്. അതെ. സാറിപ്പോ പെർഫ്യൂമിന്റെ കാര്യം പറഞ്ഞപ്പോ, ഈ അറേബ്യൻ പെർഫ്യൂംസ് ആണ് കൂടുതലും നമ്മുടെ ഈ നാട്ടില് കൂടുതലും വാളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. യൂറോപ്യൻ പെർഫ്യൂംസ് വളരെ കുറച്ച്. അപ്പം സാറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നോക്കാൻ പോയിട്ടുണ്ടോ? മിക്സ് ചെയ്ത് കിട്ടുന്നതാണ്? പിന്നെ ഉറപ്പായിട്ട് അത് ഈ ഒറിജിനൽ സംഭവങ്ങളല്ലാതെ മിക്സ് ചെയ്ത് തരുന്ന ഇപ്പൊ എയർപോർട്ടിലൊക്കെ ഉണ്ട്, മേക്ക് യുവർ ഓൺ പെർഫ്യൂം, അങ്ങനെ എന്തോ പറഞ്ഞ് എന്തോ ഒരു പരിപാടിയുണ്ട്. അവിടെയുള്ള പിള്ളേരൊക്കെ നമ്മുടെ കമ്പനിയാണ്. നമ്മുടെ എതിരെ കൂടെ ഒരു ബൾക്കായിട്ട് വാങ്ങിക്കുന്ന കസ്റ്റമറാണ്. അതുപോലെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ സാറിനെ കണ്ട് ഓരോരുത്തർ ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കുന്ന നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ സാറിൻ്റെ അടുത്ത് ഓടി വരുന്ന ആൾക്കാരാണ് സാർ ചേർത്ത് നിർത്തിയിട്ട് പലപ്പോഴും ഫോട്ടോസൊക്കെ എടുത്ത് അവരെ ഒരിക്കലും നിരാശരാക്കാറില്ല. എനിക്കിഷ്ടമല്ല അത്. അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് അത്ര അവർ തരുന്നതിനേക്കാളും കൂടുതൽ ഞാൻ സ്നേഹം കൊടുത്തിട്ടുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഫോട്ടോ എടുക്കുന്നത് തുടരുന്നു മാറാം അങ്ങനെയൊന്നും ഉള്ള സ്വഭാവമില്ല. നമ്മളെപ്പോഴും ഒരു മനുഷ്യനാണെന്നുള്ള ചിന്തയോടെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അവർ സ്നേഹത്തോടെ വരുമ്പോൾ ആ സ്നേഹത്തിനൊരു കാര്യം അവസാനം ഇതൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ വാലിന്മേൽ പൂവും എൻ്റെ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പോൾ കൊച്ചു വാലാണോ? കൊച്ചു വാലാണോ? ഇപ്പൊ കുറച്ച് പാലൊക്കെ വരുന്നുണ്ട്, 3 വയസ്സായി. അപ്പൊ അവൾ കുറച്ച് പാലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ പാട്ട് മൂത്ത മോള് ജനിച്ചപ്പോഴും ഇതേ പാട്ടാണ് ഞാൻ അവൾക്ക് പാടിക്കൊടുത്തത്. അപ്പൊ ഇവൾക്ക് പാടിക്കൊടുക്കുമ്പോ അത് എന്റെ പാട്ടാന്ന് അവള് പറയും. അടുത്തതിന് പാടി കൊടുക്കേണ്ടി വരുമോ? ഇപ്പൊ ഇല്ല, ശക്തിയൊക്കെ തെളിയിച്ചല്ലോ മതി. തെളിയിച്ചു ചെല്ലാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ഓരോ മാതാപിതാക്കളുടെ. ഇപ്പൊ ഒരു പിറന്നാള് വരുവാണെങ്കിലും അങ്ങനെ ഏതൊരു ഒക്കേഷൻ, കുട്ടികളുടേതായിട്ടുള്ള ഒക്കേഷൻ വരുമ്പോ ആ ഒരു അമ്മ തിരുവയറുള്ളിൽ അവിടെ ആ ഒരു പോർഷൻ അത് കേട്ടില്ലെങ്കിൽ മലയാളികൾക്ക് ഒരു സുഖമില്ലാത്തൊരു അവസ്ഥയാണ്. കുട്ടികൾക്കാണെങ്കിലും അത് ഭയങ്കരമായിട്ട്. സാർ എങ്ങനെയാണ് അത് 2 തലമുറയ്ക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത്? അല്ല, നമ്മൾ പറയുന്നത് നമ്മുടെ ആത്മാർത്ഥമായിട്ട് ഓരോന്നും ചെയ്യുമ്പോൾ അതിനൊരു ഗുണം കാണും. ഇപ്പോഴും നാദബ്രഹ്മത്തിന് സാഗരം നീന്തി ഒരു കേൾക്കും, നമ്മൾ പഞ്ച ഉച്ചടക്കി നിൽക്കുന്നില്ലേ? അത് തന്നെ, വേറൊന്നും കാര്യമില്ല. നമുക്ക് എത്ര ലെജൻസ്, എത്ര പാട്ടുകളാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ കച്ചേരിയൊക്കെ പാടുമ്പോൾ, കച്ചേരിയൊക്കെ മെയിൻ കീർത്തനമൊക്കെ മെനക്കെട്ട് കഷ്ടപ്പെട്ട് സ്വരമൊക്കെ പാടി അതിനൊക്കെ നല്ല കൈതട്ടും. പക്ഷേ ഞാനൊരു അവസാന സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സിന് ഒരു ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഹിറ്റ് പാട്ടുകൾ നമ്മൾ പാടും. അപ്പം കിട്ടുന്ന ഒരു വൈബ്. ഇപ്പോൾ ഓമൃതിൽ MG രാധാകൃഷ്ണൻ സാറെന്ന് പറഞ്ഞ് പാടുമ്പോൾ ഒരു നിവൃത്തിയില്ല. അത് വേറെ ലെവൽ. അതാ പറഞ്ഞ എല്ലാവരും ഇപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരായ മാഷ്, ശ്യാം സാറ്, സലിത, നമ്മുടെ ബാബുക്ക, അർജുന മാഷ്, രാഘവൻ മാഷ്, എത്രയോ നമുക്ക് പറഞ്ഞോണ്ടിരിക്കുക. ഇപ്പോഴും നമ്മൾ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും ഓരോ സംഗീത കൂട്ടായ്മകൾ ഉണ്ടാവും. സാറിനൊരു കൂട്ടായ്മ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പാട്ടുകൾ പാടാന്ന് പറഞ്ഞാൽ ഇന്നത്തെ പാട്ടല്ല. ഇപ്പോഴും അത് കഴിഞ്ഞ ആഴ്ച പാടിയ പാട്ട് തന്നെ ആയിരിക്കും ഇപ്പോഴും ഇന്ന് പാടുന്നതും, അതിന്റെ അടുത്ത ആഴ്ച പാടുന്നതും അത് തന്നെ ആയിരിക്കും. കാരണം അത് റിപ്പീറ്റ് വാല്യൂ ആണ്. അത് ഒരാൾ പാടുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ സെലക്റ്റീവായിട്ട് അങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. ഒരു 15 പേരുണ്ടെങ്കിൽ ആ 15 പേർക്കും അവരുടെ സെലക്റ്റീവ് പാട്ടുകളാവും. ഇതെല്ലാം ആ ഒരു
കാലഘട്ടത്തിൽ ലെജൻസ് ചെയ്തു. തീർച്ചയായിട്ടും. ഇന്നത്തെ പാട്ടുകൾ വളരെ ചുരുക്കമാണ്. അല്ല, ഇന്നും പാട്ടുകൾ നല്ലത് ഇറങ്ങുന്നുണ്ട്, പക്ഷെ വളരെ കുറവാണ്. പണ്ടൊക്കെ 100 പാട്ട് ഇറങ്ങുന്ന ഒരു 90 പാട്ടും ഹൈ സ്റ്റാൻഡേർഡ് 10 ഉണ്ടായിരുന്നല്ലോ കുറച്ച് കൊള്ളത്തില്ലെന്ന് പറയാം. ഇതിപ്പം 10 എന്നല്ല, ബാക്കി 90 വേണോ? എന്നാൽ ഈ പാസിംഗ് ക്ലൗഡ് പോലെ ഈ വൈറലാവുന്ന പാട്ടുകളൊക്കെ പിന്നെ ആരും കേൾക്കുന്നില്ല, അതങ്ങ് പോകും. അതാണിപ്പോൾ ഉള്ള ഒരു ട്രെൻഡ്. അതാ പിന്നെ ആരും നമ്മൾ എന്തുവാണിത് എന്ന് പറഞ്ഞൊന്നും നമ്മളിപ്പോൾ കേൾക്കത്ത പോലുമില്ല. ശ്യാം സാറിന്റെ അടിച്ചുപൊളി പാട്ടുകൾ എന്ന് പറയുമ്പോൾ ശ്യാം സാറിന്റെ എല്ലാം ഹിറ്റല്ലേ. ഇത്രയും പാട്ട് ചെയ്ത ഒരു മനുഷ്യൻ 400 പടത്തിന് വേണ്ടി ചെയ്തതാണ്. എല്ലാ പാട്ടുകളും ഹിറ്റാണ്, ഇത്രയും അടിച്ചുപൊളിയായിട്ട്. പിന്നെ അതുപോലെ ശ്യാം സാറിന് ഇപ്പോഴും കൃത്യമായിട്ട് മലയാളം പറഞ്ഞാൽ അദ്ദേഹം തമിഴാണല്ലോ. സാം ജോസഫ് എന്ന് പറഞ്ഞ ശ്യാം സാറ് എത്ര പാട്ടുകൾ, ശ്യാം മാത്രമാണ് അതിൽ എഴുതുന്നത് അല്ലെ, അത്രേ ഉള്ളൂ. അപ്പൊ അത് എനിക്കൊന്ന് അത് ആരാ പേരായി കൊടുത്തെന്ന് മധുസാറിന്റെ പടമാണല്ലോ ശ്യാം സാർ ചെയ്യുന്നത്. അപ്പം അതുപോലെ ശ്യാം സാർ എനിക്ക് ആദ്യമായിട്ട് അവസരം തന്ന മനുഷ്യനാണ് ശ്യാം സാർ. ഇപ്പോൾ ശ്യാം സാർ എന്ന് പറഞ്ഞാൽ അത് ഡെയിലി ഒരു 10 തവണയെങ്കിലും ഒരു വോയിസ് ക്ലിപ്പ് കാണും സാറിൻ്റെ. തമ്പി സെറുത്ത് എന്നാ പണ്ടേ മോനെ ഇല്ല, എനിക്ക് ഈ ശ്യാം സാറുമായിട്ട് അത്ര അടുപ്പമുള്ളതാണ്. ഞാൻ ഒരു മോനെ പോലാണ് സാറിന്. അപ്പോൾ സാറ് എന്ത് ചെയ്താലും, ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ക്രിസ്മസ് പ്രോഗ്രാം സാറിന് ഇല്ല എന്നെ മുടിയാതെന്ന് എനിക്കറിയാം എന്നൊക്കെ ഞാൻ പറഞ്ഞു, മുടിയും സാർ നമ്മളാ പ്രോഗ്രാം കലക്കും എന്നൊക്കെ സാർ ഇങ്ങനെ. ഇപ്പം ഞങ്ങളൊരു സാധനം ചെയ്തു സാറിന് വേണ്ടി. ഈ ചർച്ചിലൊക്കെ തുടക്കത്തിൽ പറയത്തില്ല വിശ്വാസ പ്രമാണം, അവിടെ വിശ്വാസ പ്രമാണമാണ് തമിഴ്. അത് പറയുന്നത് ഞങ്ങൾ മ്യൂസിക്കലാക്കി സാറാണ്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞ് അതൊരു കൊയറപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോൾ പുതിയ ഐഡിയ കൊണ്ട് സാറിനിപ്പുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെയാണ്. അതിന് ചിലപ്പോ ഒക്കെ സാറിന് ദേഷ്യം വരും ചെറിയ തോതിൽ. അങ്ങ് പോണോ ഉണ്ടുമേ தெரியாது എന്ന് പറഞ്ഞ. അയ്യോ സാറ് ഇപ്പോൾ സാറ് പറഞ്ഞ ഒരു മ്യൂസിക് ക്ലബ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൻ്റെയൊക്കെ എങ്ങനെയാണ് സാറൊക്കെ പോയി ഇരുന്ന് പാട്ട് പാടുക എന്ന് പറയുമ്പോൾ ഏകദേശം സാറിന്റെ ഫ്രണ്ട്സും ഒക്കെ ആയിരിക്കും. അത് അവരുണ്ടാക്കിയതാണ്. എൻ്റെ ഈ ശരത് ഫാൻസ് ക്ലബ് എന്ന് പറഞ്ഞ് അവരുണ്ടാക്കിയതാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സമയം കിട്ടുമ്പോൾ, പണ്ട് ഈ കോവിഡുള്ള കാലത്ത് അടിക്കടി ഉണ്ടായിരുന്നു, കാരണം വേറെ ഒരു പണിയില്ലാത്തതുണ്ട്. ഇപ്പം സമയം കിട്ടുമ്പോൾ പിന്നെ അവർ നമ്മുടെ ഈ ബർത്ത്ഡേ വരുമ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോൾ ഒത്തുകൂടും. അതൊരു പോസിറ്റീവ് വൈബല്ലേ എല്ലാവരും പാട്ട്. ഇപ്പോൾ ഈ SFCയുടെ 6ാം വർഷമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിനൊരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ജാനകി അമ്മയ്ക്ക് ഒരു ട്രിബ്യൂട്ട്, അമ്മയുടെ ഒരു പാട്ട്, പിന്നെ ഏതെങ്കിലും ഒരു പാട്ട്, ഒരു പ്രൈസ് മണിയും ഉണ്ട്. ഞാൻ തന്നെ എല്ലാ പാട്ടും കേട്ട് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ അതുപോലെ MG സാർ ഒരു ഷോയില് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ സ്വരം പാടി പഠിക്കൂ, എന്നാൽ ആ വരികൾ പാടാൻ നിങ്ങൾക്ക് കഴിയും. അപ്പൊ ആ ഒരു വിലയിരുത്തല് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിൽ രണ്ടുപേരും സംഗീത സംവിധായകർ കൂടിയാണ്. അപ്പൊ സാറൊരു സ്വരം പാടുവാണെങ്കിൽ അത് അങ്ങനെ പാടി പഠിക്കാൻ പറ്റുമോ ശരിക്കും? ഇല്ല, നമ്മളിപ്പോൾ ഒരു ട്യൂൺ കേൾക്കുമ്പോൾ ആ ട്യൂൺ കേട്ട് ലിറിക്ക് നമ്മൾ അങ്ങനെയാണല്ലോ ഒരു പാട്ടുകാരൻ നോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അത് നൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് സ്വരങ്ങൾ തന്നെയാണ് എഴുതുന്നത്. വാണിയമ്മ ഇത്രയും പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന ഒരു ജന്മം വേറെ എങ്ങുമില്ല. വാണിയമ്മ, ഞാൻ എൻ്റെ ഫസ്റ്റ് പാട്ട് വാണിയമ്മയാണ് പാടുന്നത് ഒരു ആൽബത്തിൽ. ഇപ്പം ഞാൻ പാട്ട് പറഞ്ഞു കൊടുത്ത് 2 ചരണവും കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, അമ്മ ഒരു വട്ടം കൂടെ ഞാൻ പാടി തരട്ടെ. ഇല്ല ഞാൻ പാടുற ചെക്ക് പണ്ണ്, പുല്ലുപോലെ പാടിത്തന്നു മൊത്തം പാട്ട്. ഈ എഴുതി വെച്ചൊക്കെ അല്ല, അത് പിന്നെ ഒടുക്കത്തെ ഓർമ്മയാണ് അമ്മയ്ക്ക്. കൂടുതലായിട്ട് പാടിത്തന്നു. അത് അത്രയും പെട്ടെന്ന് നോട്ട് ചെയ്യാം. നമുക്ക് ഈ സ്വരം നോട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണെന്നുള്ളത് മനസ്സിലായി. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളൊരു ട്യൂൺ പറഞ്ഞു കൊടുത്തിട്ട് 5 ദിവസം കഴിഞ്ഞ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ട്യൂൺ മറന്നു പോയാൽ, ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്കത് എപ്പോഴും കിട്ടും. അതുകൊണ്ടാണ് അണ്ണൻ പറയുന്നത് എപ്പോഴും സ്വരം പാടി അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു രൂപം മനസ്സിലാവും. പിന്നെ ബൃഹാസൊന്നും സ്വരം പാടുന്ന വലിയ ഭാഷപ്പാടാ, അതിൽ നിന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. മറ്റുള്ളത് ബേസിക് ആയിട്ടുള്ളത് സ്വരം തന്നെ പാടിയാൽ നല്ലത്. അതിൻ്റെ ഒരു കൃത്യത ഉണ്ടാവും. ഒരു പക്കായിട്ടാ ഇതാണിതെന്നുള്ളത് ഈ പാടുന്ന ആൾക്ക് മനസ്സിലാവും. മറ്റെന്തെങ്കിലും ഒഴുക്കി വിട്ടിട്ട് എന്താണെന്നൊരു കൃത്യത ഇല്ലാതെ പോകും. അതുകൊണ്ടാണ് അണ്ണൻ പറഞ്ഞത്. ഇപ്പോഴത്തെ കുട്ടികളത് ഫോളോ ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങൾ. അതിനിപ്പം നമ്മുടെ ഈ ഷോയിൽ യശ് എന്ന് പറഞ്ഞൊരു പയ്യൻ ബോംബെയിൽ പാടുന്നുണ്ട്. അവന് ഓരോ പാട്ടും
ഈ നൊട്ടേറ്റ് ചെയ്തേക്കുന്ന കണ്ടാൽ നമ്മൾ എണീച്ചോടും പേടിച്ചിട്ട്. എത്രയോ പേപ്പറിൽ ഫുള്ള് സ്വരങ്ങൾ എഴുതി, ചുവപ്പും പച്ചയും മഞ്ഞയും നീലയൊക്കെ ഇട്ട് എഴുതി. അത് കണ്ടാൽ തന്നെ അത് നോക്കിയാൽ പാട്ട് വരത്തില്ല, നമുക്ക് തല ഇറങ്ങും. അത്ര ഡീറ്റെയിൽ ആയിട്ട്. അത് ഞാൻ പറഞ്ഞു, ഓരോരുത്തരുടെ ഈ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴുള്ള പിള്ളേർക്ക് ഇല്ലാത്ത അതാണ്. അതിന് ഇവനിങ്ങനെ യഷിന് ഒരു വ്യത്യാസമുള്ളത് ഇതാണ്, ഇരുന്ന് കുത്തിയിരുന്ന് പക്കായിട്ട് എഴുതി പഠിക്കുന്നുണ്ട്. അത് വലിയ കാര്യം, അതിൻ്റെ ഗുണം കാണും. ഞാനിപ്പം നിങ്ങളുടെ ഈ ഒരു പോഡ്കാസ്റ്റിലിരുന്ന് പറയുന്ന ആ യഷ് എന്നുള്ള എനിക്കൊരു ഉഗ്രം പാട്ട് പാടിയിട്ടുണ്ട്, ഒരു ഭക്തിപ്പാട്ട്. അതിപ്പോൾ കൃഷ്ണ ജയന്തിക്ക് സെപ്റ്റംബർ 4-ാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സംഗതികൾ മാത്രം പാട്ടുണ്ട്, അങ്ങനൊരു പാട്ട്. അത് യഷ് നല്ല അരുവ പോലെ പാടിയിട്ടുണ്ട്. അത് ഒരു ഗ്രൂപ്പും ഉണ്ട്, നമ്മുടെ 3 പെൺകുട്ടികളും അതുപോലെ 2 ആൺകുട്ടികളും. ഇതേ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളത് തന്നെ പിള്ളേർ. അന്ന് ഈ ആവണി മൽഹാർ, രാധിക, കോഴിക്കോടുള്ള രാധിക, പിന്നെ അജ്മൽ ഫാത്തിമ, പിന്നെ ഒന്ന് നമ്മുടെ അശ്വിൻ എന്ന് പറഞ്ഞ് ഇതിൽ പാടുന്ന, പിന്നെ സഞ്ജയ്, അവന് ഫൈനലിസ്റ്റാണ്. ഇവർ 5 പേരും കൂടി ചേർന്ന് അത് തന്നെ ഗ്രൂപ്പും ഉണ്ട്, ഈ സോളോയും ഉണ്ട്. അപ്പം അത് നിങ്ങളൊക്കെ കേക്ക്, കാര്യം മൊത്തം സംഗതി. അടുത്തൊരു ഇതേപോലെ സാർ, ഇപ്പോൾ സാർ നന്ദഗോവിന്ദം ഭജൻസ് ഇപ്പോൾ ഈ അടുത്താണ് അവരുടെ ഒരു വൈബ് എന്ന് പറയുന്നത്. ഒരുപാട് വർഷം അവർ കഷ്ടപ്പെട്ട് വന്ന് ഇപ്പോഴാണ് അവരുടെ ഒരു ട്രെൻഡ് സെറ്റേഴ്സ് ആയത്. അപ്പൊ അവരുടെ കൂടെ സാറ് ഫുൾ അപ്ഡേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഓരോ കാലഘട്ടത്തിലും സാറ് അപ്ഡേഷൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നന്ദഗോവിന്ദം ഭജൻസിന്റെ ആ ഒരു സ്റ്റേജിൽ സാറ് വന്ന് കയറി പാടുമ്പോ അത് ശരിക്കും പറഞ്ഞാൽ നമ്മള് അവിടുന്ന് കിട്ടുന്ന വൈബ്, അവരുടെ വൈബ് ഒരു വൈബാണ്. ഇതിന്റെ മുകളിലോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടായി. അതെങ്ങനെയാണ് സാർ അതിന്റെ ഒരു ഇത് വരുന്നത്? അത് കാര്യം അവർ ഭക്തിയാണല്ലോ പ്രധാനം. അത് ഏത് മതമാണെങ്കിലും ഭക്തി എന്നുള്ള ഒരു വികാരത്തിന് വേറൊരു തലമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ ഈ മനുഷ്യന്മാരാണ് ഇതെല്ലാം, ക്രിസ്തുദേവ വേറെ, നബി വേറെ, കൃഷ്ണൻ വേറെ എന്നൊക്കെ ആക്കി വെച്ചിരുന്നത്. ഇതെല്ലാം കൂടെ ഒന്നേ ഉള്ളൂ. എനിക്കെൻ്റെ സംഗീതം ദൈവം എന്ന് പറയുന്ന പോലെ ഒരു ശക്തിയേ ഉള്ളൂ. ഈ അവസാനം ഒരു പോയിന്റല്ലേ കാണത്തില്ല, 5-6 പോയിന്റ് കാണും, ഇല്ലല്ലോ. അപ്പോൾ അത് ഒന്നേ ഉള്ളൂ എന്താണെങ്കിലും. അപ്പോൾ ഇവരുടെ ആ ഭക്തി രസം എന്നുള്ള ദൈവത്തിനെ വിളിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാകുമ്പോൾ അതിന് വേറൊരു തലമാണ്. അത് മാത്രമല്ല, അവരെല്ലാം കാണാൻ നല്ല സുന്ദരന്മാരാണ്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊക്കെ കിട്ടിയൊന്ന് ഇപ്പം തന്നെ ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞ് എന്നത് കൊല്ലത്ത് വരുന്നത്. ഇപ്പം എല്ലാവരും കാണാൻ നല്ല ഐശ്വര്യമാണ്. പിന്നെ അവരെല്ലാം കൂടി ഇത് പാടുമ്പോഴേ ഈ മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഇപ്പോൾ ഈ ടെന്നീസ് കളിക്കുന്നതുകൊണ്ടല്ലല്ലോ ഫുട്ബോൾ മാച്ച്, എല്ലാവരും ഒരുമിച്ച് കളിച്ചാൽ മാത്രമേ അത് ശോഭിക്കത്തുള്ളൂ, ജയിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു വൈബ്, ഇവർ തങ്ങളിലുള്ള ഒരു ഹാർമണി ഭയങ്കര പോസിറ്റീവ്. അതിന്റെ വാദ്യങ്ങളാണെങ്കിലും പിന്നെ അവർ എല്ലാം വൃത്തിയായിട്ട് വായിക്കാൻ അറിയാവുന്നവരുമാണ്, ഉഗ്രമാണ്. ഇപ്പം ഞാൻ ഈ അടുത്ത് ഒരു 10 ദിവസം മുമ്പ് ബാംഗ്ലൂരിൽ അവരുടെ ഒരു സിഗ്നേച്ചർ എഡിഷൻ നടന്നിട്ടുണ്ട്, 25 വർഷം. അപ്പോൾ അതിന് ഞാൻ നമ്മുടെ രാജേഷ് വൈദ്യ വീണ, രാജേഷ് ചേർത്തല ഫ്ലൂട്ട്, അവിടെ വെച്ചാണ് ഞാൻ ഈ പറഞ്ഞ 2 പാട്ട് അവർക്ക് കൊടുത്തത് ഒഫീഷ്യലി. അപ്പം അത് ഒരു വല്ലാത്ത ഒരു സുഖമായിരുന്നു. അപ്പം അവരുടെ ഈ കേൾക്കാൻ വരുന്ന ആളുകൾക്കും അതാണ്, എല്ലാവരും അത് ഏറ്റുപാടുക. ഒന്നാമത് ഒരു ലൈൻ പാടിയിട്ട് എല്ലാവരും കൂടെ പാടുമ്പോൾ നമുക്കൊരു രോമാഞ്ചാവസ്ഥയാണ്. അത് വല്ലാതെ നമുക്ക് എവിടെങ്ങാട്ടൊക്കെ തട്ടും. അപ്പം അതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ജനറേഷന് വേണ്ടത് അതാണ്. ഈ ഭക്തി ഇല്ല ഇപ്പോൾ ഉള്ള പിള്ളേർക്ക്. അറ്റ്ലീസ്റ്റ് ഇത് ഈ ഒരു ലെവലിലെങ്കിലും അവർ വന്നിരുന്നത് അത് കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട് അത് കേൾക്കാൻ. അപ്പോൾ അതൊരു സത്യം പറഞ്ഞാൽ അതൊന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. കാരണം ഭക്തി മനസ്സിൽ എപ്പോഴെങ്കിലും ദൈവത്തിനെ വിളിക്കേണ്ട ഒരു സ്ഥിതി. ഒരു കുഞ്ഞാണെങ്കിലും എന്തെങ്കിലും ഒരു പന്ന പ്രവൃത്തി ചെയ്യുന്നതിന് വരെ ഇവിടെ വന്നിരുന്ന അവന് ശുദ്ധീകരിക്കപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മ്യൂസിക്കലിയും നല്ല കുറേ പാട്ടുകൾ കൂടെ പാടി അത്രയും ഒരു 3-4 മണിക്കൂർ സന്തോഷത്തോടെ അതൊരു വൈബ് കാണും. ഒന്നും ചിന്തിക്കണ്ട, വേറെ ചിന്തിക്കാനുള്ള സ്പേസും ഇല്ല അവിടെ. അതെ, ശരിക്കും. കാരണം സാറ് അതില് വന്ന് അവിടെ ഇരുന്ന് ആസ്വദിച്ച പാടുന്നത് അത് ശരിക്കും ഇന്നത്തെ ഒരു ട്രെൻഡ്. കാരണം ഞാൻ അതാണ് നോക്കിക്കണ്ടത്, സാറിന്റെ അപ്ഡേഷൻസ്. സാറ് നെടുമുടി സാറിന് വേണ്ടിയിട്ടാണ് പാടിയിട്ടുള്ളത് എന്നിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ചോദിക്കുക.
നെടുമുടിയാണ് സാറെന്ന് പറയരുത്, രാജാവ്. രാജാവ്. അത് നമ്മളിപ്പോ തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുമ്പോ ആദ്യം തിരുവനന്തപുരത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാലും നെടുമുടി സാർ ഉണ്ടോ അല്ലെ രാജാവ് ഉണ്ടോ എന്ന് തപ്പുള്ളൂ. ഏതൊരു കൊട്ടാരം നോക്കാം, പത്മനാഭപുരം അപ്പൊ ആ രാജാവിന് വേണ്ടി മാത്രമാണ് സാർ രാജാപ്പാട്ടാണ്. അല്ല, ഞാനത് പറയുകയും ചെയ്ത് രാജാവ് മതിയെന്ന്, പ്രജകളൊന്നും വേണ്ട. അത് സാറ് വിളിച്ച് സംസാരിച്ചൊരു സമ്മാന കണ്ട് സംസാരിക്കുകയോ എന്തോ ചെയ്തു. പിന്നെ അപ്പൊ എനിക്ക് വേണ്ടി 2-3 വേഷം കൂടി ചെയ്യുമോ? അല്ല, ഞാൻ വേണിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, വേണിച്ചേട്ടൻ കുറെ പടം ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുറെ പാട്ട് പാടി. കാരണം എനിക്ക് ഭയങ്കര സിങ്കാണ് വേണിച്ചേട്ടനുമായിട്ട്. അത് ആ തബുവിൻ്റെ അതാണ് കവർ സ്റ്റോറി. അതിൽ പയ്യാരം കൊഞ്ചി പാടല്ലേ വാപ്പാത്തി വെണ്ണേ പൊന്നാരെ, അത് വേണിച്ചേട്ടനാണ്. എൻ്റെ പക്ക അത് പുള്ളിയാണെങ്കിൽ വളരെ എന്താ പറയാ, സാറ് ഉണ്ടാക്കുന്ന ആ ഒരു ശബ്ദവീചികളിൽ ഒത്തുചേർന്ന് പോകുന്ന. തീർച്ചയായിട്ടും എനിക്കൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ വേണിച്ചേട്ടന് നമ്മുടെ ഏഷ്യാനെറ്റിൽ വരുമ്പോൾ ഞാൻ പാടിയിട്ട് അദ്ദേഹം മൃദംഗം വായിച്ചു തന്നെ, അത് മരിക്കുന്നതിന് മുമ്പ്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഇച്ചിരി ഭാഗ്യമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. കാര്യം അതാർക്കും കിട്ടത്തില്ലല്ലോ. നെടുമുടി വേണിച്ചേട്ടൻ മൃദംഗം വായിച്ച് ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ ഒരു വർണ്ണം പാടി. അതിപ്പോഴും എൻ്റെ മനസ്സിൽ അതെപ്പോഴും കാണുമല്ലോ. ഇപ്പൊ ഞാനില്ലെങ്കിലും അത് കാണുമല്ലോ. അതെ, തീർച്ചയായും വളരെ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന സംഭവങ്ങൾ അതാണ്. ഇത്രയും ലെജൻസിന്റെ പാട്ടുകൾ, സാറിനെ പോലുള്ള ഒരാളുടെ പാട്ടുകൾ, എല്ലാം ലെജൻസ് ആയിട്ടുള്ള എല്ലാവരും ഞങ്ങളുടെ കാലഘട്ടത്തില് ഞങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരാണ്. അത് ഭയങ്കര ഫീലാണ് സാർ. അത് എത്രത്തോളം സാറിന് പറഞ്ഞാൽ അത് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഫീൽ ചെയ്യത്തില്ല. നമുക്ക് പാട്ടുകളോട് ആകാശദീപമെന്നുമുണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ, ആകാശദീപമെന്നുമുണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ, മൗനരാഗമണിയും താരിളം തെന്നലെ, പൊൻപരാഗമിളകും വാരിളം പൂക്കളെ, നാമുണരുമ്പോ രാവലിയുമ്പോൾ, ആകാശദീപമെന്നുമുണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. മതിയോ? ഇപ്പൊ മഴയും കൂടി ഇതൊക്കെ രക്തത്തുടിപ്പുള്ള സമയത്ത് ചെയ്തതാ. അതാ പറഞ്ഞ മഴയും കൂടി പെയ്തിട്ട് ഇതും കൂടി സാറിന് കേൾക്കുമ്പോ ഒരു സുഖം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ, സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. പോരെ? ഇത്രയും ക്ലോസ് റേഞ്ചിലിരുന്ന് പാടുമ്പോണ്ടല്ലോ. രാജാവിന് വേണ്ടി പാടുക. രാജാവ് ധനി സപധനി മപദ ഗമ പരി ഗമ പധനി സരി ഗരി സനി ദപ മഗമ പധനി സ. മേഘരാഗങ്ങളെ തൊട്ടുണരുന്ന താമണ്ടൂകമന്ത്രം
ദൈവതോ അശ്വരവങ്ങൾ ആജ്ഞാചക്രത്തിലുണർത്തും സ്വരരൂപം ദൈവതം. സാർ എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും തോന്നുന്നതാണ് ആ വരികള്, ആ ദൈവതം, അശ്വരഥങ്ങളാജ്ഞ, ആ ചക്രത്തിൽ. അപ്പൊ അതെങ്ങനെയാണ് അത് കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എപ്പോഴും എനിക്ക് അത് നമ്മുടെ കൈതപ്രാണാച്ചി എന്ന് പറഞ്ഞാൽ ഒരു പിറവിയാണ്. അപ്പോൾ അത് അദ്ദേഹം ഈ സ്വരങ്ങളുടെ എല്ലാം ഇപ്പം ഋഷഭം എന്നുള്ളത് ഋഷഭ സ്വരങ്ങളല്ല, അത് ഓരോ സ്വരങ്ങൾക്കും അങ്ങനെ ഉണ്ട്. യഥാർത്ഥമായിട്ട് അതിൻ്റെ ഓതൻറ്റിക്കായിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ ദൈവതം ആണ്, ദൈവതവും നിഷാദവും എനിക്കാണ് ഞാൻ പാടിയിട്ടുള്ളത്. പക്ഷെ അത് ഓർമ്മ വരുന്നില്ല. ഇപ്പം ഈ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു രസകരമായിട്ടുള്ള സംഭവമുണ്ട്, അതും കൂടെ പറയാം. ദാസേട്ടൻ വന്ന് പാടി പ്രമദവനം, അത് ഉച്ചയ്ക്കായിരുന്നു. ഗോപിക വസന്തവും അത് കഴിഞ്ഞിട്ട് ഇത് പാടണം, ഈ പാട്ട്. അപ്പോൾ അത് നമ്മൾ ഒരു 7 മണി സമയത്താണ്. അപ്പോൾ ദാസേട്ടൻ്റെ അടുത്ത് രവീന്ദ്ര മാസ്റ്റർ പറഞ്ഞു, ദാസേട്ടാ ഇവനാണ് ആ മറ്റേ ഇത് പാടുന്നത് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പോൾ ദാസേട്ടൻ മോനെ നീ പാട്. ഞാൻ പറഞ്ഞു ദാസേട്ടൻ പാടി തീർക്കും, പിന്നെ ഞാൻ പാടാം. തൊട്ടുപുറേ ഇരിക്കുക, മനഃപൂർവ്വം അവിടെ എനിക്ക് കുറച്ച് എഴുതാനുണ്ടടാ, ഞാൻ എഴുതി തീരുമ്പോഴത്തേക്ക് നീ പാടുന്നു. ഈ ഒരു ഗാനഗന്ധർവനെ പുറേ വെച്ചിട്ട് നമ്മളിത് അത്ര അഹങ്കാരിയല്ല ഞാൻ. എനിക്ക് ദാസേട്ടനാണെങ്കിൽ അത് പറഞ്ഞാൽ മനസ്സിലാവുന്നുമില്ല. അതിന് രവീന്ദ്രനാഥ് എന്നാ മോനെ നീ പാടുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ മാഷ ഒരു മിനിറ്റ് ദാസൻ്റെ അടുത്ത് പറയും, ദാസേട്ടാ മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു, എന്നാൽ പെട്ടെന്ന് ഒഴിച്ചിട്ട് വാ. ആ മൂത്രം വരെ കയറി കഥ ഒഴിച്ചിട്ട് അതിനകത്ത് നിന്ന് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ദാസേട്ടൻ ഇത് പാടിക്കഴിഞ്ഞു. എനിക്ക് വേണ്ടി കുറേ വെയിറ്റ് ചെയ്ത്. എന്നിട്ട് ഈ ദാസേട്ടൻ്റെ പാട്ട് ഈ ചടപടാന്ന് ശബ്ദം കേട്ടപ്പോഴേ ഞാൻ അതിനെ ഓട്ടോ കൂടെ നോക്കിയാൽ അറിയാം അതിനകത്ത് വന്നിട്ട്. അപ്പോൾ ദാസേട്ടൻ പോയപ്പോൾ തൊട്ട് കുറേ സമ്പത്ത് സാറും രവീന്ദ്ര മാസ്റ്ററും ഇറങ്ങി. ഞാനിത് തുറന്നിട്ട് പക്ഷേ ഞാൻ ഇപ്പം പാടാം. എവിടെ ആയിരുന്നു? ഞാൻ പക്ഷേ ഇപ്പം പാടാം എനിക്ക്. അപ്പോൾ ഇപ്പം ഇനി അതിനുള്ള മൂഡൊന്നുമല്ല, ഞാനിപ്പോൾ വേറെ മൂഡില്ല. ഞാൻ പറയും മാഷെ ഒരൊറ്റ ടേക്ക് അതിൽക്കൊണ്ട് ഞാൻ പാടത്തില്ല. ഇപ്പോൾ സമ്പത്ത് സാറാണ് റെക്കോർഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടേക്ക് ചൊല്ലാനല്ലേ, ഒരു ടേക്ക് താ ശരത്ത് ഓക്കെ അകത്ത് വന്നു, പിന്നെയും ഓൺ ചെയ്ത് ഒറ്റ ടേക്കിൽ പാടി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ രവീന്ദ്ര മാസ്റ്ററും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നു, വെരി വെൽ ഡൺ ശരത്ത് എന്നൊരു സമ്പത്ത് സാറും ആരെയും നല്ലത് പറയുന്ന ഒരു മനുഷ്യനെ അല്ല. അപ്പോൾ അതൊരു അനുഭവമായിരുന്നു, ഒറ്റ ടേക്ക് പാടി തീർക്കുക. അല്ല അന്നൊക്കെ ഈ ദാസൻ്റെ മുമ്പിൽ പാടാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അല്ല മാഷിൻ്റെ കൂടെ കുറേ വർക്ക് ചെയ്ത് മാഷിൻ്റെ മുമ്പിൽ ഇരുന്ന് പാടി നമുക്ക് ആ ഒരു ഭയങ്കര വൈബുണ്ട് മാഷുമായിട്ട്. അത്രയ്ക്കൊരു സ്നേഹബന്ധമാണ്. അപ്പോൾ രവീന്ദ്ര മാസ്റ്ററുമായിട്ട് അപ്പോൾ മാഷ് പറഞ്ഞു തന്ന പാട്ട് അവിടെ തന്നെ 150 തവണ ഞാനിത് പാടി കേൾപ്പിച്ചത്. അപ്പം പിന്നെ ഇവിടെ റെക്കോർഡ് ഈ ദാസേട്ടൻ ഇവിടെ വരച്ചതുകൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ രവീന്ദ്ര മാസ്റ്ററായിട്ട് പിന്നെ പാടി. മാഷിന് കുറേ ഇഷ്ടമായി. അത് എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു അനുഭവമായിരുന്നു. അത് രവീന്ദ്ര മാസ്റ്റർ ഇത് എംജിആറിനും പാടിയിട്ടുണ്ട്. പക്ഷെ അത് ഈ അഹങ്കാരം ഒരു അഹങ്കാരിയായിട്ട് പാടുന്നത് അത് എംജിആറിനും പറയും അങ്ങനെ അഹങ്കാരം എനിക്ക് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞ്. അങ്ങനെയാണ് രവീന്ദ്ര മാസ്റ്റർ അത് പാടിയിട്ടുള്ളത്. അപ്പം അതിപ്പം അതൊരു ശരിക്കും പറഞ്ഞ ഒരു കോംബോ ആയില്ലേ അതൊരു അനുഭവമല്ലേ. ഒന്നാമത് നമ്മുടെ ലാൽ സാറിന്റെ പ്രൊഡക്ഷൻ ആദ്യത്തെ. സാറിന് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു വേർഡാണ് അണ്ണാച്ചി. അത് എങ്ങനെയാണ് സാർ? ഇത് എല്ലാവരും എം ജി സാറിന് അണ്ണാച്ചി എന്ന് വിളിക്കുന്നു. സാറിന് പ്രിയപ്പെട്ടവരെല്ലാം അണ്ണാച്ചിമാരാണ്. അതെങ്ങനെയാണ് സാർ? പ്രിയപ്പെട്ട ഒരാൾ അണ്ണാച്ചിയല്ല, നമ്മുടെ പാടുന്ന ശ്രീനിവാസ അത് കിണ്ണാച്ചിയാണ്. ഓരോരുത്തരും അവരുടെ സ്വഭാവം വെച്ചിട്ടാണ് വിളിക്കുന്നത്. എം ജി അണ്ണാച്ചി നമ്മുടെ പ്രിയപ്പെട്ട അണ്ണാച്ചി. അപ്പോൾ അത് ഈ അണ്ണ ജി രണ്ടും കൂടി ചേർന്ന് അങ്ങനെ വന്നതാണെന്നാണ് ഞാൻ. അത്രയ്ക്ക് സ്നേഹവും അത്ര ബഹുമാനവും വെച്ചിട്ട് വിളിക്കുന്ന. അല്ല അണ്ണാച്ചി എന്ന് പറയുമ്പോൾ മറ്റേ അലൂമിനിയം കച്ചവടക്കാരനാണ് വിചാരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലുള്ളവരാ. ഞാൻ ഈ സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്. പലരും പറയും അണ്ണാച്ചി. ഇപ്പം മോഹൻലാൽ അണ്ണാച്ചി എന്ന് പറയുമ്പോൾ അത് ഇതെന്തൊരു വൃത്തികേടാണ്. അല്ല ഞാൻ നമ്മുടെ മമ്മൂക്ക വന്നപ്പോൾ മമ്മൂട്ടി അണ്ണാച്ചി സുഖമാണല്ലോ, അയ്യോ അത് കൊള്ളാവുന്നു. അല്ല അത് വളരെ പേഴ്സണലൈസ്ഡ് അതെ എനിക്ക് അത് സ്നേഹത്തോടെ വിളിക്കുന്നതാണ്.
കാരണം ഒരാൾക്കും അത് ബോറായിട്ട് തോന്നില്ല. കാരണം സാറിന്റെ ഏതൊരു ഇന്റർവ്യൂലാണെങ്കിലും സാറ് ജഡ്ജ്മെന്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ സാറ് മെമ്മറൈസ് ചെയ്ത് അത് അണ്ണാച്ചി അന്ന് ഇന്ന് അത്രയും പ്രിയപ്പെട്ട ഒരാളെ കുറിച്ചിട്ടാണ് അത് പറയുന്നത്. അത് നല്ല രസമാണ് കേൾക്കാൻ. അതാണ് ഒരു വേർഡിന്റെ ഒരു സാറിന്റെ വായിന്നാണ് നമ്മള് മലയാളികൾക്ക് അത് സുപരിചിതമായ അണ്ണാച്ചി എന്നുള്ളത് ഞാനാ പറഞ്ഞത്, സത്യമാണ്. ഞങ്ങൾക്ക് സുപരിചിതമായ വാക്ക് അങ്ങനെയാണ്. നമ്മള് സാർ പറഞ്ഞ പോലെ തമിഴൻ മണ്ണാച്ചിമാര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, പക്ഷെ എന്നാ പോലും ഇത്രയും ഫേമസ് ആക്കിയത് സാർ. അയ്യോ ദൈവമേ. സാർ ആ ഒരു ടേക്ക് ഓഫിലെ പാട്ട് ഈ നീ കോരിനാൽ വാനം മാറാതാ, ദിനം തീരാമലേ മേഘം തൂരാതാ. ഫ്ലൈറ്റ് ഇറക്കിയിട്ടുണ്ട് സാർ. ഇത് പാടിക്കുമ്പോ ഒറ്റ ടേക്കിലാണോ ഇത്? അല്ല ഒരിക്കലും അല്ല. അതൊരു അനുഭവം തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത് ഈസിയായിട്ട് പാടാൻ പറ്റും. കാര്യം നമുക്ക് ആണുങ്ങൾക്ക് വലിയ പാടാ. കാര്യം സ്ത്രീകൾ 100 എണ്ണം സംസാരിക്കുമ്പോൾ നമ്മൾ ഒരെണ്ണം ആയിക്കോട്ടെ. അപ്പം നാക്കുകൊണ്ട് അധികം പരിപാടി നമുക്കില്ല. അപ്പം നമുക്കൊരു എക്സസൈസ് ആണുങ്ങൾക്ക് ഇത് പാടി പഠിക്കുന്നത്. ഭാര്യയായിട്ട് അടി ഉണ്ടാകാനൊക്കെ ബെസ്റ്റായിരിക്കും. താങ്ക് യു സർ. വളരെ 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 സന്തോഷം ഞങ്ങളുടെ ഒരു പോഡ്കാസ്റ്റിൽ വന്നതിൽ. ആയിക്കോട്ടെ. ഇനിയും നമുക്ക് ഒന്നും കൂടി ഇരിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി സാറ് തരണം. ഒന്നും കൂടി ഇരിക്കാം. അല്ല, എന്തെങ്കിലും കണ്ടതിൽ സന്തോഷം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാ നന്മയും ഉണ്ടാവട്ടെ, എല്ലാം നല്ലതും നടക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.